അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹിൽ ഫായിസീന ബിറളില്ലാഹ്. അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽക്കി തു'തിൽ മുൽക മൻ തശാഉ വതൻസിഉൽ മുൽക മിമ്മൻ തശാഉ وتعز من تشاء وتذل من تشاء بيدك الخير إنك على كل شيء قدير. صدق الله العلي العظيم. يا سيدي يا رسول الله خذ بيدي ما لي سواك ولا ألوي على أحد فأنت نور الهدى في كل كائنتي وأنت سر الندى يا خير معتمدي وأنت حقا غياث الخلق أجمعيهم وأنت هادي الورى لله ذي الصدد مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ബഹുമാന ആദരവുകൾ നിറഞ്ഞ എൻ്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന സഹോദരി സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ഈ വിശുദ്ധമായ ശഅബാൻ മാസത്തിൻ്റെ അവസാനത്തിലേക്ക് നാം എത്തി. വിശുദ്ധമായ റമളാനിനെ സ്വീകരിക്കാൻ വേണ്ടി മുസ്ലിം ലോകം പ്രത്യേകിച്ചും കാത്തിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് നാം ഉള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം അവൻ്റെ അടുക്കൽ ഖബൂലിയത്തുള്ള അമാലുകളായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. വിശുദ്ധമായ റമളാൻ നമ്മിലേക്ക് കടന്നു വരുമ്പോൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ സന്തോഷവും ആനന്ദവുമാണ് വിശുദ്ധമായ റമളാനിനെ സ്വീകരിക്കുക എന്നത്. നമ്മൾ സാധാരണ പറയാറുണ്ട്, ഒരു അതിഥി നമ്മിലേക്ക് വരുമ്പോൾ ഏതെല്ലാം രൂപത്തിൽ ഭംഗിയായി അവരെ സ്വീകരിക്കാൻ, അവരെ സൽക്കരിക്കാൻ നമുക്ക് കഴിയും എന്നതിനെക്കുറിച്ച് നാം ആലോചിക്കുകയും അതിനുവേണ്ടി പ്രത്യേകം തയ്യാറെടുക്കുകയും ചെയ്യും. അപ്പോൾ നമ്മിലേക്ക് വരുന്ന വലിയ ഒരു അതിഥിയാണ് വിശുദ്ധമായ റമളാൻ. അപ്പോൾ ആ അർത്ഥത്തിൽ വിശുദ്ധമായ റമളാനിന് വേണ്ടി നാം പ്രത്യേകിച്ച് ഒരുങ്ങി തയ്യാറാവേണ്ടതുണ്ട്. സാധാരണഗതിയിൽ നമ്മുടെ നാടുകളിലൊക്കെ റമളാൻ മാസം വരുന്നതിൻ്റെ മുമ്പ് പ്രത്യക്ഷത്തിൽ തന്നെ നമ്മൾ പള്ളിയും വീടും പരിസരവും ഒക്കെ ഒന്ന് പ്രത്യേകം വൃത്തിയാക്കി വീട്ടിലേക്ക് ഒരു മാസത്തേക്ക് വേണ്ട ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ പ്രത്യേകം ഒരുക്കി വെച്ച് വിശുദ്ധമായ റമളാൻ പൂർണ്ണമായി മഹ്ളൻ ഇബാദത്തിന് വേണ്ടി ചെലവഴിക്കാൻ വേണ്ടി മറ്റുള്ള കാര്യങ്ങളൊക്കെ നേരത്തെ ഒരുക്കി വെക്കുന്ന ഒരു സ്വഭാവം നമ്മുടെ നാടുകളിലൊക്കെ ഉണ്ട്. അതൊക്കെ വിശുദ്ധമായ റമളാനിനോട് കാണിക്കുന്ന വലിയ ആദരവാണ്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണല്ലോ. അള്ളാഹു പ്രത്യേകം ബഹുമാനിച്ച ആളുകൾ, പ്രത്യേകം ബഹുമാനിച്ച സ്ഥലങ്ങൾ, ബഹുമാനിച്ച വസ്തുക്കൾ
ബഹുമാനിച്ച മാസങ്ങൾ, ദിവസങ്ങൾ, സമയങ്ങൾ, അതിനെയെല്ലാം പ്രത്യേകം പരിഗണിക്കുക എന്നത് ഒരു വിശ്വാസിയുടെ ബാധ്യതയാണല്ലോ. വമൻ യുഅള്ളിം ശആഇറല്ലാഹി ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്. അള്ളാഹുവിൻ്റെ ഷിആറുകളെ, ചിഹ്നങ്ങളെ, വിശുദ്ധ ദീനിൻ്റെ ചിഹ്നങ്ങളെ ആദരിക്കൽ അത് ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന സംഗതിയാണ്. അപ്പോൾ എല്ലാത്തിലും അള്ളാഹു ബഹുമാനിച്ച വസ്തുക്കളും ദിവസങ്ങളും സമയങ്ങളും ആളുകളിലൊക്കെ ബഹുമാനിക്കപ്പെട്ടവരെ പ്രത്യേകം നാം ആദരിക്കേണ്ടതുണ്ട്. ശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, തിൽക റുസുലു ഫളൽനാ ബഅ്ളഹും അലാ ബഅ്ള്. അള്ളാഹു അമ്പിയാക്കന്മാരിൽ നിന്ന് പ്രത്യേകം തിരഞ്ഞെടുത്തവരാണ് മുർസലുകൾ. അവരിൽ തന്നെ അള്ളാഹു പ്രത്യേകം ചിലരെ മറ്റു ചിലരേക്കാൾ ബഹുമാനം കൽപ്പിച്ച് നൽകിയിട്ടുണ്ട്. ആ രൂപത്തിൽ മാസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായി അള്ളാഹു പരിചയപ്പെടുത്തിയ, നമ്മുടെ ആരാധനകൾക്കൊക്കെ ഇരട്ടി പ്രതിഫലം ലഭിക്കുന്ന, അതുതന്നെ ഇരട്ടിയായി 70,000 ഒക്കെ ഇരട്ടിയായി പ്രതിഫലം ലഭിക്കുന്ന വലിയ മാസമാണല്ലോ വിശുദ്ധമായ റമളാൻ. ഐച്ഛികമായ പ്രവർത്തനങ്ങൾക്കൊക്കെ, സുന്നത്തായ കർമ്മങ്ങൾക്കൊക്കെ, ഫർളായ അഅ്മാലുകൾക്ക് ലഭിക്കുന്ന പ്രതിഫലം വിശുദ്ധമായ റമളാനിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ആ രൂപത്തിൽ അള്ളാഹു പ്രത്യേകം നമുക്ക് വേണ്ടി സംവിധാനിച്ചു തന്ന ഈ മാസത്തെ ആ അർത്ഥത്തിൽ പരിഗണിക്കാനും ആരാധനകളെ കൊണ്ട് വിശുദ്ധമായ റമളാനിൻ്റെ രാപ്പകലുകളെ ജീവസുറ്റതാക്കാനും നാം ശ്രമിക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. വിശുദ്ധമായ റമളാൻ എന്ന് പറയുമ്പോഴേക്ക് നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്ന 1-2 സംഗതികളാണ്. 1 റമളാനിലെ നോമ്പ്, 2 വിശുദ്ധ ഖുർആനിൻ്റെ പാരായണവുമൊക്കെ. നോമ്പ് എന്ന് പറയുമ്പോൾ പല രൂപത്തിലുള്ള നോമ്പുകളുണ്ട്. മഹാന്മാർ പരിചയപ്പെടുത്തി തരുന്നുണ്ട് നമുക്ക്. സാധാരണക്കാരായ നമ്മെപ്പോലെയുള്ളവർ എടുക്കുന്ന ഒരു നോമ്പുണ്ട്, സൗമുൽ അവാം. പിന്നെ സൗമുൽ ഖവാസ്, പ്രത്യേകക്കാരുടെ നോമ്പുകളുണ്ട്. അതിൽ തന്നെ പ്രത്യേകക്കാരായവർക്കുള്ള നോമ്പുകളുണ്ട്. അങ്ങനെ പറഞ്ഞാൽ നമ്മൾ സാധാരണഗതിയിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ അന്നപാനീയങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു നോമ്പാണ് നമ്മുടെ സാധാരണ നോമ്പ്. പ്രത്യേകക്കാരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ അന്നപാനീയങ്ങൾ മാത്രമല്ല, അവർ മറ്റെല്ലാത്തിൽ നിന്നും, അള്ളാഹു അല്ലാത്ത മറ്റെല്ലാത്തിൽ നിന്നും മാറി നിന്നുകൊണ്ടുള്ള നോമ്പാണ് അവർക്കുള്ള നോമ്പ്. മഹാനരായ ഉമറുൽ ഖാഹിരി റളിയല്ലാഹു അൻഹു അവിടുത്തെ അല്ലഫൽ പറഞ്ഞത് കാണും, സുമാനി ദുനിയാ വലറതിഹാ വലാ തുഫ്തിർ ഇദാ സുംത ഇല്ലാ ഹളറത്തുർ റഹ്മാനി ബിൽ വിസാലി സാൽ. അത് വലിയ ആളുകളുടെ നോമ്പാണത്. സുമാനി ദുനിയാ വലറതിഹാ, ദുനിയാവും അതിലുള്ളതിനെയും എല്ലാം വിട്ടുകൊണ്ട് നീ നോമ്പനുഷ്ഠിക്കുക. നാം അന്നപാനീയങ്ങളും വികാരവിചാരങ്ങളും ആ പകൽ സമയം നാം ഒഴിവാക്കുന്നതിനു പകരം അതിലപ്പുറം എല്ലാം സുംഅനി ദുനിയാ വലറതിഹാ, ദുനിയാവും അതിലുള്ള സർവ്വതിനെയും തന്നെ അങ്ങ് ഉപേക്ഷിച്ചുകൊണ്ടുള്ള നോമ്പ്. വലാ തുഫ്തിർ ഇദാ സുംത ഇല്ലാ ഹളറത്തുർ റഹ്മാനി ബിൽ വിസാലി സാൽ. ആ പ്രത്യേകമായ നോമ്പ് അവർ നോമ്പെടുത്തു കഴിഞ്ഞാൽ പിന്നെ അള്ളാഹുവിലേക്ക് ചെന്നു ചേരുന്നത് വരെ, വിസാലിലെത്തുന്നത് വരെ ആ നോമ്പിലായിരിക്കും അവർ ഉണ്ടാവുക. ആ രൂപത്തിലുള്ള മഹാന്മാരുടെ നോമ്പുകളുണ്ട്. അതാണ് നോമ്പ്. ഇത് നമ്മുടെ പ്രത്യക്ഷത്തിലുള്ള ഒരു പ്രവർത്തനമാണ്, ഒരു അനുസരണയാണ് നാം കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ പരിധിയിൽ നിന്നുകൊണ്ട് പൂർണ്ണമായ മര്യാദയോടുകൂടിയുള്ള നോമ്പായിരിക്കണം നമ്മുടെ നോമ്പ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞല്ലോ, മല്ലം യദഅ ഖൗല അസ്സൂരി വൽ അമല ബിഹി ഫലൈസ ലില്ലാഹി ഹാജത്തുൻ ഫി അൻ യദഅ തുആമഹു വശറാബ. തെറ്റായ സംസാരങ്ങളും പ്രവർത്തനങ്ങളും ഒന്നും ഒരാൾ ഉപേക്ഷിക്കുന്നില്ല എങ്കിൽ, രാവിലെ മുതൽ വൈകുന്നേരം വരെ അന്നപാനീയങ്ങൾ ഉപേക്ഷിച്ച് വിശന്ന് ദാഹിച്ച് ഒരാൾ നിൽക്കുന്നതിൽ ഫലൈസ ലില്ലാഹി ഹാജ, അവൻ ഭക്ഷണവും പാനീയങ്ങളും ഉപേക്ഷിക്കുന്നതിൽ അള്ളാഹുവിന് ഒരു ആവശ്യവുമില്ലെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ആ അർത്ഥത്തിൽ വിശുദ്ധമായ റമളാൻ മാസത്തെയും
നോമ്പിനെയൊക്കെ ഉൾക്കൊള്ളാനും തെറ്റായ സംസാരങ്ങളിൽ നിന്ന്, അനാവശ്യമായ പ്രവർത്തനങ്ങളിൽ നിന്നൊക്കെ നമ്മുടെ അവയവങ്ങളെ മുഴുവനും മാറ്റി നിർത്താനും നാം പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് വരികയാണ്. ശഅബാൻ മാസത്തിലാണ് നമ്മളുള്ളത്. ഈ കഴിഞ്ഞ ഒരു മാസം മുമ്പാണ് നമ്മൾ ഇതിനു മുമ്പ് ഈ രൂപത്തിൽ പ്രസംഗിച്ചിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം പൂർവികരായ സ്വാലിഹ്യങ്ങൾ മുഴുവനും നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള വലിയ മാതൃകകളെ ചോദ്യം ചെയ്യുന്ന രൂപത്തിൽ ചില ഭാഗങ്ങളിൽ നിന്ന് സംസാരങ്ങൾ വന്നത് നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാകും, അറിഞ്ഞിട്ടുണ്ടാകും. അതായത് മഹത്തുക്കളായ സ്വാലിഹീങ്ങളോട് നമ്മൾ ഇസ്തിഗാസ ചെയ്യുമ്പോൾ, അവരോട് സഹായം തേടുമ്പോൾ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് നമ്മൾ ഒരു വിഷയത്തിന് വേണ്ടി ഇസ്തിഗാസ ചെയ്യുമ്പോൾ അവർ നമുക്ക് ആ കാര്യങ്ങൾ നമുക്ക് ചെയ്തു തരുന്ന സമയം, എനിക്ക് ഹബീബായ തങ്ങൾ അത് ചെയ്തു തന്നു, ഗൗസുൽ ആലം തങ്ങൾ എൻ്റെ രോഗം മാറ്റിത്തന്നു, അതല്ലെങ്കിൽ മടവൂർ ശൈഖുന എനിക്കത് തന്നു എന്നൊക്കെ പറഞ്ഞാൽ അത് അദബ് കേടാണ് എന്ന രൂപത്തിലുള്ള സംസാരം നമ്മൾ കേട്ടു. വളരെ വേദന തോന്നി. കാരണം മഹാന്മാരോട് നമ്മൾ ഇസ്തിഗാസ ചെയ്ത് അവർ നമുക്ക് ചെയ്തു തരുന്ന കാര്യങ്ങൾ അവരിലേക്ക് ചേർത്തു പറയുമ്പോഴേക്ക് അത് അദബ് കേടാണ് എന്ന് പറയുമ്പോൾ, ഇത്രയും കാലങ്ങളോളം സുന്നത്ത് ജമാഅത്തിൻ്റെ വേദികളിലൊക്കെ ഇസ്തിഗാസ അത് ശിർക്കല്ല, അത് അഇമ്മത്ത് മുഴുവനും പഠിപ്പിച്ചിട്ടുള്ള മാതൃകയാണ്, സ്വഹാബത്ത് കാണിച്ചു തന്നിട്ടുള്ളതാണ് എന്നു പറയാൻ വേണ്ടി എത്ര വേദികളിൽ നമ്മൾ പ്രസംഗിച്ചു. സുന്നത്ത് ജമാഅത്തിൻ്റെ ആലിമീങ്ങൾ എത്ര ഗണ്ണന പ്രസംഗങ്ങൾ നടത്തി, എത്ര മണിക്കൂറുകളാണ് സംവാദങ്ങൾ നടന്നത്. ആ സംവാദങ്ങൾക്ക് വേണ്ടി ഒരുങ്ങാൻ വേണ്ടി എത്രയാണ് ഉസ്താദുമാർ കിതാബുകൾ പരതിയത്, തയ്യാറായത്. അപ്പോൾ ഒരു അദബുകേടായ ഒരു സംഗതി, അതിനു വേണ്ടിയാണോ ഇവരൊക്കെ ഇത്രയും അധ്വാനിച്ചത്, പ്രയാസപ്പെട്ടത്? സുന്നത്ത് ജമാഅത്തിൻ്റെ ആലിമീങ്ങളൊക്കെ ആ രൂപത്തിൽ നമുക്ക് പഠിപ്പിച്ചു തന്നത്. ഞാനിത് പറയുന്നത് മഹാന്മാരോട് ഇസ്തിഗാസ ചെയ്ത് അവർ നമുക്ക് ചെയ്തു തരുന്ന കാര്യം അവരിലേക്ക് ചേർത്തി പറയുന്നത് അദബുകേടാണ് എന്ന് പറയുമ്പോൾ, യഥാർത്ഥത്തിൽ അവരോട് നമ്മൾ നേരിട്ട് ഇസ്തിഗാസ ചെയ്യുന്നത് തന്നെ അദബുകേടാണ് എന്നല്ലേ അതിൽ നിന്ന് വരുന്നത്? മുഹയ്യദ്ദീൻ ഷെയ്ഖെ കാക്കണേ എന്ന് പറയുന്നത് അദബുകേടാതെ ആവാതിരിക്കുകയും, മുഹയ്യദ്ദീൻ ഷെയ്ഖ് എനിക്കത് തന്നു എന്ന് പറയുന്നത് അദബുകേടാവുകയും ചെയ്യുന്നതിൻ്റെ ഛേദോവികാരം നമുക്ക് മനസ്സിലാകുന്നില്ലല്ലോ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് മുത്തുനബിയെ എനിക്ക് അത് തരണേ എന്ന് ചോദിക്കുന്നത് അത് അദബുകേടാവാതിരിക്കുകയും, മുത്തുനബി എനിക്കത് തന്നു എന്ന് പറയുമ്പോൾ അത് അദബുകേടാവുകയും ചെയ്യുന്നതിൻ്റെ രൂപം മനസ്സിലാകുന്നില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ മഹാന്മാരിലേക്ക് ചേർത്തിക്കൊണ്ട് അവർ ഒരു കാര്യം നമുക്ക് ചെയ്തു തരുമ്പോൾ അവർ എനിക്ക് തന്നു എന്ന് പറഞ്ഞാൽ അത് സൂഉൽ അദബാണ്, അത് ശരിയായ അദബല്ല എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ പറഞ്ഞു വരുന്നത് എന്ത് തന്നെയാണ്? നേരിട്ട് മുത്തുനബിയോട് അതെനിക്കു തരണേ, ഗൗസുൽ ആലം തങ്ങളോട് അതെനിക്കു തരണേ, ഷെയ്ഖുനായോട് എനിക്കിത് തരണം എന്ന് ചോദിക്കുന്നത് അദബുകേടാണ് എന്ന് തന്നെയല്ലേ ആ പറഞ്ഞു വരുന്നത്? അപ്പോൾ പിന്നെ നമ്മുടെ അയിമ്മത്ത് മുഴുവനും ഇത് സമർത്ഥിക്കാൻ വേണ്ടി, ഇത് പൂർവികരുടെ മാതൃകയുള്ളതാണെന്ന് പഠിപ്പിക്കാൻ വേണ്ടി പ്രസംഗങ്ങൾ നടത്തിയത്, ഗണ്ണനങ്ങൾ നടത്തിയത്, സംവാദങ്ങൾ നടത്തിയത്, സമയം ചെലവഴിച്ചതൊക്കെ വെറുതെ ആയിരുന്നുവോ എന്നത് വളരെ കൂലങ്കഷമായി നമ്മൾ ചർച്ച ചെയ്യുകയും ചിന്തിക്കുകയും ചെയ്യേണ്ട ഒരു സമയത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാം അള്ളാഹുവിൽ നിന്നാണ്. ഒമൻ നസ്റു ഇല്ലാ മിൻ ഇൻദില്ലാ, അള്ളാഹുവിൽ നിന്നല്ലാതെ ഒരു സഹായവുമില്ല. വമാ തൗഫീഖി ഇല്ലാ ബില്ലാ,
എല്ലാത്തിനും തൗഫീഖ് അള്ളാഹുവിൽ നിന്നുള്ളതാണ്. ഖൽഖുൽ ഖുദ്റത്തി അല ത്വഅ, എല്ലാത്തിനുമുള്ള കഴിവ് അള്ളാഹു നൽകിയിട്ടുള്ളതാണ് ലോകത്തുള്ള മുഴുവൻ കാര്യങ്ങളിലും. അത് വിശ്വസിച്ചുറപ്പിച്ച ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു പ്രത്യേകമായി അള്ളാഹുവിൻ്റെ റഹ്മത്ത് വിതരണം ചെയ്യാൻ, ലോകത്തിന് മുഴുവനും അനുഗ്രഹങ്ങൾ ഓഹരി ചെയ്തു കൊടുക്കാൻ അള്ളാഹു ഏൽപ്പിച്ചിട്ടുള്ള മഹത്തുക്കളായ അമ്പിയാക്കൾ, ഔലിയാക്കൾ, സ്വാലിഹീങ്ങൾ അവർ നമുക്ക് ചെയ്തു തരുമ്പോൾ അവരിലേക്ക് ചേർത്തി പറഞ്ഞുകൊണ്ടാണല്ലോ പൂർവികരായ അഇമ്മത്ത് മുഴുവനും നമുക്കത് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. ഈ ഇസ്തിഗാസ വിരോധത്തിൻ്റെ അടയാളമാണ് ഇത്തരം സംസാരങ്ങളിൽ നിന്ന് നമുക്ക് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ സാധാരണ പറയാറുണ്ട്, ഇതൊന്നും ഇപ്പോൾ തുടങ്ങിയ സംഗതികളല്ല, പണ്ടു മുതലേ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹു മുത്തുനബിക്ക് നൽകിയിട്ടുള്ള പ്രത്യേകമായ അധികാരങ്ങളും സ്ഥാനങ്ങളും മുത്തുനബി പറഞ്ഞപ്പോൾ തന്നെ ഈ രൂപത്തിൽ അതിലൊക്കെ ശിർക്കും പ്രയാസവും തോന്നിയിരുന്ന ആളുകൾ അന്നു മുതലേ ഉണ്ടായിരുന്നു. അത് നമ്മൾ പ്രാഥമികമായി മനസ്സിലാക്കി വെക്കണം. ഒരു യഥാർത്ഥത്തിൽ എല്ലാം അള്ളാഹുവിൽ നിന്നാണെന്ന് വിശ്വസിക്കുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ അള്ളാഹു അസ്ബാബുകളാക്കി വെച്ചിട്ടുള്ള മഹത്തുക്കളായ സ്വാലിഹീങ്ങൾ, അവരിലൂടെ പല കാര്യങ്ങളും നമുക്ക് ലഭിക്കുമ്പോൾ അവരിലേക്ക് അത് ചേർത്തി പറയുന്നതിൽ ഒരു അദബ് കേടുമില്ല എന്നത് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ സാധാരണ പറയാറുണ്ട്, ആരെങ്കിലും ഹബീബായ തങ്ങളെ അനുസരിച്ചാൽ അവർ അള്ളാഹുവിനെ തന്നെയാണ് അനുസരിക്കുന്നത് എന്ന വിശുദ്ധ ഖുർആനിൽ ആയത്തിറങ്ങാനുള്ള പശ്ചാത്തലം മുഫസ്സിരീങ്ങൾ വിശദീകരിച്ചത് മഹാനരായ ഇമാം മുഖാത്തിൽ റളിയല്ലാഹു അൻഹു പ്രസിദ്ധ മുഫസ്സിറാണല്ലോ. അവർ പറഞ്ഞത് നമ്മൾ സാധാരണ പറയാറുണ്ട്, ഹബീബായ തങ്ങൾ പറയാറുണ്ടായിരുന്നു, മൻ അഹബ്ബനി ഫഖദ് അഹബ്ബല്ലാഹ് വമൻ അതാഅനി ഫഖദ് അതാഅ അല്ലാഹ്. എന്നെ ഒരാൾ സ്നേഹിച്ചാൽ അവൻ അള്ളാഹുവിനെയാണ് സ്നേഹിച്ചത്, എന്നെ ഒരാൾ അനുസരിച്ചാൽ അവൻ അള്ളാഹുവിനെയാണ് അനുസരിച്ചത് എന്നങ്ങ് ഹബീബായ തങ്ങൾ പറഞ്ഞപ്പോൾ ഫഖാലൽ മുനാഫിഖൂൻ, കപടവിശ്വാസികളായ ആളുകൾ പറഞ്ഞു, ലഖദ് ഖാറബ ഹാദർ റജുലു ശിർക, ഇയാൾ ഷിർക്കിനോട് അടുത്തിട്ടുണ്ട്. ഹബീബായ തങ്ങളെ പറ്റിയാണ് പറയുന്നത്. തൗഹീദ് പഠിപ്പിക്കാൻ വേണ്ടി വന്ന മുത്തുനബിയെക്കുറിച്ച് തന്നെ കപടവിശ്വാസികളായ ആളുകൾ ഇത് കേട്ടപ്പോൾ, എന്നെ സ്നേഹിച്ചാൽ അള്ളാഹിനെയാണ് സ്നേഹിക്കുന്നത്, ഞാൻ പറഞ്ഞത് അനുസരിക്കുമ്പോൾ എന്നെ അനുസരിക്കുമ്പോൾ അത് അള്ളാഹുവിനെയാണ് അനുസരിക്കുന്നത് എന്ന് മുത്തുനബി അങ്ങ് പറഞ്ഞപ്പോൾ അവർക്കത് പിടിച്ചില്ല. ഓല് പറഞ്ഞു, കണ്ടോ കണ്ടോ, പറഞ്ഞ് മൂപ്പര് തന്നെ ഷിർക്കിലേക്ക് അടുത്തു. അതെന്താ പറഞ്ഞത്? വഹുവ അയ്യൻഹ അൻ നഅ്ബുദ ഗൈറല്ലാഹ് വയുരീദു അൻ നത്തഖിദഹു റബ്ബാ. അല്ലാഹു അല്ലാതെ വേറെ ആരെയും ആരാധിക്കരുത് എന്ന് നമ്മളോട് വിരോധിച്ചു പറയാം, എന്നിട്ട് നമ്മൾ മൂപ്പരെ റബ്ബാക്കണമെന്നാണ് മൂപ്പര് ഉദ്ദേശിക്കുന്നത്. കമത്തഖദത്തിൻ നസാറ ഈസ, നസാറാക്കൾ ഈസാ നബി ആക്കിയ പോലെ നമ്മൾ മൂപ്പരെ റബ്ബാക്കണം എന്നാണ് മൂപ്പരെ ഉദ്ദേശ്യം എന്ന് ഹബീബായ തങ്ങളെക്കുറിച്ച് അവർ പറയാൻ തുടങ്ങി. അപ്പോഴാണ് ഫഅൻസലല്ലാഹു ഹാദിഹിൽ ആയ, അപ്പോഴാണ് അല്ലാഹു വമയ്യുത്തിഇർ റസൂല ഫഖദ് അതാ അല്ലാഹ്, മുത്തുനബിയെ അനുസരിച്ചാൽ അത് അള്ളാഹുവിനെ തന്നെയാണ് അനുസരിക്കുന്നത് എന്ന ആ ആയത്ത് അള്ളാഹു ഇറക്കുന്നത്. അപ്പോൾ അള്ളാഹു കൊടുത്തിട്ടുള്ള വലിയ അധികാരങ്ങളെയും സ്ഥാനങ്ങളെയും അംഗീകരിച്ചു കൊടുക്കാൻ പ്രയാസമുള്ള ആളുകൾ, അവർ വലിയ തൗഹീദിൻ്റെ ആളുകളായി ചമഞ്ഞുകൊണ്ട് ഹബീബായ തങ്ങളിൽ പോലും ശിർക്ക് ആരോപിക്കുന്ന രൂപത്തിൽ, തൗഹീദ് പ്രചരിപ്പിക്കാൻ വേണ്ടി വന്ന മുത്തുനബിയെ തന്നെ ശിർക്ക് ആരോപിക്കുന്ന രൂപത്തിൽ വലിയ തൗഹീദിൻ്റെ ആളുകളായി, അള്ളാഹുവിൻ്റെ ആളുകളായി അവർ ചമഞ്ഞ് ഹബീബായ തങ്ങളെ അടക്കം പിൽക്കാലത്ത് വരുമ്പോൾ അതാത് കാലഘട്ടങ്ങൾക്കനുസരിച്ച് വരും വാസിത്തകളായി വരുന്ന മഷായിഖുമാരെ മുഴുവനും നിഷേധിച്ച് ഓരോ വലിയ തൗഹീദിൻ്റെ ആളുകളായി ചമയുക എന്നത് പണ്ട് മുതലേ ഉള്ള പതിവാണ്. ആ ചതിയിൽ നാം വഞ്ചിതരായി പോകാൻ പാടില്ല. നമുക്കെല്ലാം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെയാണ് ലഭിക്കുന്നത്. അതല്ലേ മഹാനരായ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു. ഷാഫി ഇമാം തങ്ങൾ അവരെ റിസാലയുടെ ആമുഖത്തിൽ തന്നെ പറഞ്ഞല്ലോ, ഫലം തുംസിബിനാ നിഅ്മത്തുൻ ലഹറത് വലാ ബതനത് നില്ലാ ബിഹാ ഹല്ലൻ ഫീ ദീനിൻ വദുനിയാ ഔ ദുഫിഅ ബിഹാ അന്നാ മക്റൂഹുൻ ഫീഹിമാ വഫീ വാഹിദിൻ മിൻഹുമാ ഇല്ലാ വമുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സബബുഹാ. എന്താണ് ആ വാക്ക്?
പ്രത്യക്ഷമായോ പരോക്ഷമായോ നമുക്കാർക്കും ഒരു നിഅമത്തും ലഭിച്ചിട്ടില്ല. ദുന്യവിയായോ ദീനിയായോ ഒരു നിഅമത്തും ഒരാൾക്കും ലഭിച്ചിട്ടില്ല. അതുപോലെ ഒരു നിഖമത്ത്, ഒരു മുസീബത്തും നമ്മിൽ നിന്ന് തട്ടപ്പെട്ടിട്ടുമില്ല. ഇല്ലാ വ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സബബുഹ, ഹബീബായ തങ്ങൾ അതിൻ്റെ വാസിത്തയായി കാരണക്കാരനായിട്ടല്ലാതെ ഒരാൾക്കും ഒരു നിഅമത്തും ലഭിച്ചിട്ടില്ല, ഒരു മുസീബത്തും തടയപ്പെട്ടിട്ടുമില്ലെന്ന് മഹാനരായ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു. അപ്പം അത് അള്ളാഹു പ്രത്യേകമായി വെച്ചിട്ടുള്ളവരാണ് അമ്പിയാക്കന്മാരും ഔലിയാക്കന്മാരും സാലിഹീങ്ങളുമൊക്കെ. അപ്പം അത് അംഗീകരിച്ചു കൊടുക്കുക, സമ്മതിച്ചു കൊടുക്കുക എന്നതാണ് പ്രധാനമായി നമുക്ക് ഉണ്ടായിരിക്കേണ്ടത്. അതിൽ പ്രയാസം തോന്നുമ്പോൾ, അതിൽ പ്രതിസന്ധി തോന്നുമ്പോൾ അള്ളാഹു ഓരോരുത്തർക്ക് കൽപ്പിച്ച് നൽകിയിട്ടുള്ള സ്ഥാനങ്ങൾ അംഗീകരിച്ചു കൊടുക്കാൻ പ്രയാസം വരുമ്പോഴാണ് സുന്നത്ത് ജമാഅത്തിൻ്റെ അഖീദകളിൽ നിന്ന് പിന്നോട്ടടിക്കേണ്ട രൂപത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നത്. അത് മഹത്തുക്കളായ സ്വഹാബത്ത് മുഴുവൻ ഇന്നോളം നമുക്ക് പഠിപ്പിച്ചു തന്ന മാതൃകയാണ്. മഹാന്മാരോട് ഇസ്തിഗാസ ചെയ്യുക എന്നതും മഹാന്മാർ അതിനനുസരിച്ച് പ്രതികരിക്കുക എന്നതും അന്നു മുതലേ നമ്മൾ കണ്ടുവരുന്നതാണ്. സുന്നത്ത് ജമാഅത്തിൻ്റെ ആലിമീങ്ങൾ പ്രസംഗങ്ങളിലൊക്കെ പറയുന്നത് നമ്മളൊന്നും കേൾക്കാറുള്ളതാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാലഘട്ടം, അന്ന് സ്വഹാബത്തിന് വലിയ പ്രയാസം വന്നപ്പോൾ, വെള്ളമില്ലാത്ത ബുദ്ധിമുട്ട് വന്നപ്പോൾ ഇമാം ബൈഹഖി അവിടുത്തെ ദലായിലിൽ ഉദ്ധരിക്കുന്നത് കാണും. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു അന്ന അഅറാബിയൻ ജാഅ ഇലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു അറാബിയായ മനുഷ്യൻ ഹബീബായ തങ്ങളുടെ അടുക്കലേക്ക് വന്നു. ഫഖാല യാ റസൂലല്ലാഹ് വമാ ലനാ ബഈറുൻ യഇത്തു വലാ സബിയ്യുൻ യഗിത്തു. ഹബീബായ നബിയെ, വലിയ പ്രയാസത്തിലാണ്, ഞങ്ങൾക്ക് കുടിക്കാൻ വെള്ളമില്ല, പ്രയാസമാണ്, മക്കൾക്ക് കുടിക്കാൻ വെള്ളമില്ല, മൃഗങ്ങൾക്ക് എല്ലാത്തിനും പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് ആ അറാബിയായ മനുഷ്യൻ പാടിയത് സുന്നത്ത് ജമാഅത്തിൻ്റെ ഉലമാക്കളൊക്കെ ചെറിയ പ്രായത്തിൽ തന്നെ നമ്മളൊക്കെ വാളിലൊക്കെ പാടിക്കൊണ്ട് നമ്മൾ കേട്ട് പരിചയിച്ചതാണല്ലോ. അത്തൈനാക വൽഅദ്റാഉ തുദ്മീ ലബാനഹാ വഖദ് ശഗലത് ഉമ്മു സ്വബിയി അനിത്ഫലി വഅൽഖാ ബികഫൈഹിൽ ഫതസ്തിക് വഅൽഖാ ബികഫൈഹിൽ ഫതാ ഇസ്തികാനതൻ മിനൽ ജൂഇ ളുഫം മാ യുമിറു വലാ യുഹ്ലി എന്ന് പറഞ്ഞിട്ട് ആ അറാബിയായ മനുഷ്യൻ പറഞ്ഞു, വലൈസ ലനാ ഇല്ലാ ഇലൈക ഫിറാറുനാ വഅൈന ഫിറാറുൻ നാസി ഇല്ലാ ഇലർ റുസുലി. ഞങ്ങൾക്കൊരു പ്രയാസം വരുമ്പോൾ, ഒരു പ്രതിസന്ധി വരുമ്പോൾ ഞങ്ങൾ എങ്ങോട്ടാണ് ഓടിപ്പോകാനുള്ളത്? അങ്ങയുടെ ഹളറത്തിലേക്കല്ലാതെ, അമ്പിയാക്കളുടെ ഹളറത്തിലേക്കല്ലാതെ, മുർസലീങ്ങളുടെ ഹളറത്തിലേക്കല്ലാതെ, അവരുടെ വാരിസീങ്ങളായി വരുന്ന വലിയ വലിയ മശായിഖുമാരുടെ ഹളറത്തിലേക്കല്ലാതെ എങ്ങോട്ടാണ് ഞങ്ങൾക്ക് പ്രയാസം വരുമ്പോൾ, പ്രതിസന്ധി വരുമ്പോൾ ഞങ്ങൾ എങ്ങോട്ടാണ് ഓടിപ്പോകേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ആ അറാബിയായ മനുഷ്യൻ ഹബീബായ തങ്ങളെ മുമ്പിൽ വന്ന് പാടുകയാണ്. അങ്ങനെയാണല്ലോ ഹബീബായ തങ്ങൾ തന്നെ പറഞ്ഞത്. ഇമാം തബറാനി അവിടുത്തെ മുഅ്ജമിൽ ഉദ്ധരിക്കുന്നുണ്ട്, ഇന്ന ലില്ലാഹി ഖൽഖൻ ഖലഖഹും ലിഹവായിജിൻ നാസ്. അല്ലാഹുവിന് ചില പ്രത്യേകക്കാരായ സൃഷ്ടികളുണ്ട്. ഖലഖഹും ലിഹവായിജിൻ നാസ്, അല്ലാഹു അവരെ സൃഷ്ടിച്ചത് തന്നെ ലിഹവായിജിൻ നാസ്, ജനങ്ങളുടെ ആവശ്യത്തിന് വേണ്ടിയാണ്. യഫ്സഉൻ നാസു ഇലൈഹിം ഫീ ഹവായിജിഹിം, ജനങ്ങളൊക്കെ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി അവരിലേക്ക് അഭയം പ്രാപിക്കുന്നു. ഉലൈകൽ ആമിനൂന മിൻ അദാബില്ലാഹ്, അവർ അല്ലാഹുവിൻ്റെ അദാബിൽ നിന്ന് പ്രത്യേകം നിർഭയത്വം നൽകപ്പെട്ടിട്ടുള്ളവരാണ്. അപ്പോൾ അങ്ങനെ ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി തന്നെ അല്ലാഹു സൃഷ്ടിച്ചിട്ടുള്ള അടിമകൾ ലോകത്തുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അവർ വന്ന് അങ്ങനെ ചോദിക്കുന്നത്. അതാണ് വലൈസ ലനാ ഇല്ലാ ഇലൈക ഫിറാറുനാ വഅൈന ഫിറാറുൻ നാസി ഇല്ലാ ഇലർ റുസുലി. ഹബീബായ നബിയെ, അങ്ങയിലേക്കല്ലാതെ, മുർസലുകളിലേക്കല്ലാതെ എങ്ങോട്ടാണ് ഞങ്ങൾ ഓടിപ്പോകേണ്ടത്? ഞങ്ങൾക്ക് വരൾച്ച വരുമ്പോൾ, ബുദ്ധിമുട്ട് വരുമ്പോൾ എന്ന് അറാബിയായ മനുഷ്യൻ പറഞ്ഞപ്പോൾ ഫഖാമ യജുറു റിദാഅഹു ഹത്താ സഅദൽ മിംബർ ഫറഫഅ യദൈഹി ഫഖാല അല്ലാഹുമ്മ സ്ഖിനാ ഗൈസൻ.
ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ അറാബിയായ മനുഷ്യൻ വന്ന് പറഞ്ഞപ്പോഴേക്ക് മുത്തുനബി ഓടിപ്പോയി മിമ്പറിൽ കയറി കൈകൾ ഉയർത്തി. ഉടനെ മേഘം വന്നു ചേർന്ന് ശക്തമായ മഴ ലഭിച്ചത് ഹദീസിൻ്റെ കിതാബുകളിലൊക്കെ നമുക്ക് കാണും. അപ്പോൾ മഹാന്മാരായ അമ്പിയാക്കന്മാരോട് ഔലിയാക്കന്മാരോടൊക്കെ സഹായം ചോദിക്കുക, അവർ അതിനോട് പ്രതികരിക്കുക. നമ്മൾ പറയുന്ന സമയത്ത് അവരിലേക്ക് ചേർത്തിക്കൊണ്ട് മുത്തുനബി ഞങ്ങൾക്ക് മഴ തന്നു, ഞങ്ങൾക്ക് ഇത്രയും പ്രയാസമുള്ള രോഗം ഉണ്ടായിരുന്നു, ഞങ്ങൾ മടവൂർ ഷെയ്ഖുനായോട് പോയിട്ട് പറഞ്ഞു, ഷെയ്ഖുന ഞങ്ങൾക്കത് മാറ്റിത്തന്നു എന്നൊക്കെ പറയുക എന്നത് പൂർവികരുടെ ഒക്കെ മാതൃകയായിരുന്നു. കൊണ്ടൂർ ഉസ്താദൊക്കെ മമ്പുറം തങ്ങളുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ എന്തൊക്കെയാണ് പറയാറുള്ളത് നമ്മൾ മമ്പുറത്ത് തങ്ങളോട് പോയിട്ട് പറയാമെന്നാണ് പറയാം. ആ രൂപത്തിൽ സംസാരിക്കൽ പൂർവികരായ മഹത്തുക്കളുടെ സാലിഹീങ്ങളുടെ ഒക്കെ പതിവായിരുന്നു. അതിനെയൊന്നും ഉലമാ വിമർശിക്കുകയോ അങ്ങനെ പറയരുത്, അത് അദബുകേടാണ് എന്ന് പറയുകയോ ചെയ്തത് നമ്മളെവിടെയും കണ്ടിട്ടില്ല. മഹാനരായ ഗൗസുൽ ആലം ഷെയ്ഖ് മുഹയ്യദ്ദീൻ അബ്ദുൽ ഖാദിറുൽ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, ഗൗസുൽ ആലം തങ്ങൾ നമ്മളൊക്കെ സാധാരണ നമ്മളെ നാടുകളിലൊക്കെ ഖുത്ബിയത്ത് ചെല്ലാറുണ്ട്. അപ്പോൾ ഖുത്ബിയത്ത് ചെല്ലുമ്പോൾ ഗൗസുൽ ആലം തങ്ങളെ നേരിട്ട് വിളിച്ച് ഗൗസുൽ ആലം തങ്ങളോട് നമ്മൾ സഹായം ചോദിക്കലാണ് ഖുത്ബിയത്തിലെ രീതി. അപ്പോൾ സദഖത്തുല്ലാഹിൽ ഖാഹിരി തങ്ങൾ തയ്യാർ ചെയ്ത് തന്നതുപോലെ ആ ബൈത്തുകൾ ചൊല്ലി ഗൗസുൽ ആലം തങ്ങളെ നേരിട്ട് വിളിച്ചിട്ട് നമ്മൾ സഹായം ചോദിക്കും. അതേക്കുറിച്ച് മഹത്തുക്കളായ പണ്ഡിതന്മാർ, നമ്മളെ നാടുകളിലൊക്കെ ജീവിച്ച മഹത്തുക്കളായ ആലിമീങ്ങൾ ഖുത്ബിയത്തിൻ്റെ മജ്ലിസുകളിലൊക്കെ പങ്കെടുത്ത് അതിനൊക്കെ പ്രോത്സാഹിപ്പിച്ച്, ഒരാളൊരു പ്രതിസന്ധി വന്നു പറഞ്ഞാൽ, ഒരു പ്രയാസം വന്നു പറഞ്ഞാൽ നമ്മൾക്കൊരു ഖുത്ബിയത്ത് ചെല്ലാം എന്ന് പറഞ്ഞ് ചിലപ്പോൾ പ്രത്യേകം നേർച്ചയാക്കി, ചിലപ്പോൾ അല്ലാതെ തന്നെ ഒരുമിച്ച് കൂടി ഖുത്ബിയത്ത് ചൊല്ലി പ്രശ്നങ്ങൾക്ക് പരിഹാരമായി ഖുത്ബിയത്തിനെ കാണുക എന്നത് നമ്മുടെ നാട്ടിലൊക്കെ പതിവായിരുന്നില്ലേ? അവിടെ ഗൗസുൽ ആലം തങ്ങൾ ഒമയുനാദിസ്മി അൽഫൻ ബിഖൽവതിഹി, എന്നെ 1000 പ്രാവശ്യം പ്രത്യേകമായ ഷുറൂത്തുകളോടെ വിളിക്കുന്ന സമയത്ത് അജബ്തുഹു മുസ്ലിഅൻ മിൻ അജ്ലി ദഅവതിഹി, അവർക്ക് പെട്ടെന്ന് തന്നെ ഞാൻ ഉത്തരം ചെയ്യും എന്ന് പറഞ്ഞതിനെയാണല്ലോ സദഖത്തുല്ലാഹിൽ ഖാഹിരി തങ്ങൾ ബൈത്തിൽ നമുക്ക് പറഞ്ഞിരുന്നത്. വഹജത്തുൽ അസ്റാറിൽ അല്ലാമ ശത്നുഫി റളിയല്ലാഹു അൻ അവർ ഗൗസുൽ ആലം തങ്ങളെ വാക്ക് പറയുന്നുണ്ട്, മനിസ്തഗാസ ബി ഫീ ഖുർബത്തിൻ കശഫ്തു അൻഹു, ഒരു പ്രയാസത്തിൽ എന്നോടൊരാൾ സഹായം ചോദിച്ചാൽ ഞാൻ അവർക്ക് തീർത്തു കൊടുക്കും, ആ പ്രയാസം തീർത്തു കൊടുക്കും. ഒമൻ നാദാനി ബിസ്മി ഫി ഷിദ്ദത്തിൻ, ഒരു ബുദ്ധിമുട്ടിൽ എൻ്റെ പേര് ഒരാൾ വിളിച്ചാൽ ഫറജ്തു അൻഹു, അവനിക്ക് ആ പ്രയാസത്തെ ഞാൻ തുറവിടിയാക്കി കൊടുക്കും, അതിന് പരിഹാരമുണ്ടാക്കി കൊടുക്കും എന്ന് ഞാൻ ചെയ്തു കൊടുക്കുന്നതന്നല്ലേ അവരൊക്കെ പറയുന്നത്. അപ്പം അത് ഞാൻ പ്രയാസം തീർത്തു കൊടുക്കും, ആ പ്രയാസം ഞാൻ നീക്കിക്കൊടുക്കും എന്നൊക്കെ അവരിലേക്ക് തന്നെ ചേർത്തി പറയുകയാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ അവരൊക്കെ അദബുകേടിൻ്റെ ആളുകളാണ് എന്നാണോ ഈ പറഞ്ഞു വരുന്നത്? എന്തോ ഒരു പ്രയാസപ്പെടുത്തുന്ന വാചകമാണത്. പണ്ടും ഈ രൂപത്തിലുള്ള ചില സംസാരങ്ങളൊക്കെ ചില ഭാഗങ്ങളിൽ നിന്ന് നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ പിന്നീട് വീഡിയോകളായി പുറത്തേക്ക് വരുമ്പോൾ അത്തരം ഭാഗങ്ങൾ വന്ന സ്ഥലങ്ങളൊക്കെ കട്ട് ചെയ്തുകൊണ്ടാണ് നമ്മൾ പുറത്ത് കണ്ടത്. ഇപ്പോൾ ഒരു പേടിയും ഇല്ലാത്ത രൂപത്തിൽ സുന്നത്ത് ജമാഅത്തിൻ്റെ വേദിയിൽ നിന്ന് വളരെ പരസ്യമായി പറയാണ്, എന്ത്? അള്ളാഹുവിൽ പൂർണ്ണമായി വിശ്വസിക്കുന്ന, എല്ലാം അള്ളാഹുവിങ്കൽ നിന്നാണ് എന്ന് ഉറച്ച് വിശ്വസിക്കുന്ന ഒരാൾ തന്നെ മഹാന്മാരിലേക്ക് ചേർത്തി പറയുമ്പോൾ അത് യഥാർത്ഥ അദബല്ല എന്ന് പറയാമെന്ന് പറയുമ്പോൾ എന്തൊരു വലിയ ഗൗരവമുള്ള വാചകമാണത്. പൂർവികർ മുഴുവനും അതിൽ അദബുകേട് കണ്ടിട്ടില്ലല്ലോ. ഗൗസുൽ ആലം തങ്ങൾ തന്നെ നേരിട്ട്, എന്നെ ഒരാൾ പ്രയാസം വരുന്ന സമയത്ത് എന്നോട് സഹായം തേടിയാൽ ഞാൻ ആ പ്രയാസം അവർക്ക് നീക്കി വെച്ചു കൊടുക്കും. എൻ്റെ പേര് വിളിച്ചുകൊണ്ടൊരു ബുദ്ധിമുട്ടിൽ ഒരാൾ എന്നെ പേര് വിളിക്കുന്ന സമയത്ത് ഞാൻ അവർക്ക് തുറവിടിയാക്കി കൊടുക്കും എന്ന് ഗൗസുൽ ആലം നിങ്ങൾ പറഞ്ഞിട്ടില്ല. അങ്ങനല്ലേ മഹാന്മാരൊക്കെ പറഞ്ഞു വന്നിട്ടുള്ളത്? സദഖത്തുല്ലാഹിൽ ഖാഹിരി തങ്ങൾ വലിയ മഹാനായിരുന്നല്ലോ. ഈയിടെയും വന്യരായ എ പി ഉസ്താദ് എവിടെയോ പരിപാടിയിൽ വെച്ച് ഈയിടെയും സദഖത്തുല്ലാഹിൽ ഖാഹിരി തങ്ങളെക്കുറിച്ച് പറഞ്ഞത് കേട്ടു. അവരെ വലിയ കറാമത്ത് സയ്യിദുന മീകായിൽ അലൈഹിസ്സലാം, സയ്യിദുന മീകായിൽ അലൈഹിസ്സലാം അവർക്ക് നേരിട്ട് വന്ന് മഴയെക്കുറിച്ച് അവർ
മഴയില്ലാത്ത പ്രയാസം പറഞ്ഞപ്പോൾ നേരിട്ട് മഴ പെയ്യിപ്പിക്കുന്ന വിവരം സദഖത്തുല്ലാഹിൽ ഖാഹിരി തങ്ങൾക്ക് തിരിച്ചു കൊടുത്തതൊക്കെ എല്ലാവർക്കും അറിയുന്ന ചരിത്രമല്ലേ. മഹാനരായ ഐലക്കാട് സഈദ് സിറാജുദ്ദീനുൽ ഖാദിരി റളിയല്ലാഹു അൻഹു സദഖത്തുല്ലാഹിൽ ഖാഹിരി തങ്ങളെ അദ്ദേഹം ഇങ്ങനെ പറയുന്ന കൂട്ടത്തിൽ ആ സംഭവം പറയുന്നുണ്ടല്ലോ. മഹാനരായ ഉള്ളാൾ തങ്ങൾ പാപ്പ പല വേദികളിലും അതിങ്ങനെ എടുത്ത് പാടുന്നത് നമ്മൾ കേട്ടതാണ്. ലാഹിൽ മുഹയ്യറ മീകാല മസ്ജിദഹു വഹൗലഹു ഫുഖഹാ സദഖത്തുല്ലാഹി തബാ ഖിതാബൻ വഇൻദൽ ഇഫ്തിറാഖി ബഗാ ഗൈസൻ വഖദ് നാല മിൻഹു സദഖത്തുല്ലാഹി. മീകായിൽ അലൈഹിസ്സലാം വന്ന് അവരോട് പ്രത്യേകമായി സദഖത്തുല്ലാഹിൽ ഖാഹിരി തങ്ങൾ മഴയെ തേടി. അവർ പെട്ടെന്ന് മഴ പെയ്യുമെന്ന് വിവരം കൊടുത്ത് ഉടനെ മഴ ലഭിക്കുകയും ചെയ്തു. ആ രൂപത്തിൽ സയ്യിദുനാ മീകായിൽ അലൈഹിസ്സലാമിനോട് തന്നെ നേരിട്ട് മഴയെ തേടുക, എന്നിട്ട് അവർ മഴ കൊടുക്കുക. ഇതൊക്കെ പതിവുള്ളതും അത് നമ്മൾ സാധാരണ വയലുകളിലും വേദികളിലൊക്കെ സദഖത്തുല്ലാഹിൽ ഖാഹിരി തങ്ങളെക്കുറിച്ചൊക്കെ പറയുമ്പോൾ നമ്മൾ പ്രത്യേകം നമ്മളെ ഉലമാ മുഴുവനും പറഞ്ഞുകൊണ്ടിരിക്കുന്നതുമാണ്, നമുക്കൊക്കെ അറിയാം. അപ്പോൾ ഈ രൂപത്തിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നേരിട്ട് വിളിച്ച് സഹായം തേടുക എന്നത് അഇമ്മത്ത് മുഴുവനും പഠിപ്പിച്ചതാണ്. മഹാനരായ അബൂ ഹനീഫ ഇമാമ തങ്ങൾ അവരെ ലോകപ്രസിദ്ധമായ ഖസീദത്തുൻ നുഅ്മാനിയ അവർ നേരെ വിളിക്കല്ലേ, യാ സയ്യിദ സാദാതി ജിഅ്തുക ഖാസിദാ അർജൂ റിളാക വ അഹ്തമി ബിഹിമാക വല്ലാഹി യാ ഖൈറൽ ഖലായിഖ് ഇന്നലി ഖൽബൻ മശൂഖൻ ലാ യറൂമു സിവാക എന്ന് തുടങ്ങി ആ ഖസീദത്തുൻ നുഅ്മാനിയയിലെ 54-56 വരികൾ. എത്ര നേരെയാണ് ഹബീബായ തങ്ങളെ വിളിച്ചിട്ട് ഇങ്ങനെ പറയുന്നത്, യാ മാലികി കുൻ ഷാഫിഈ ഫീ ഫാഖതി ഇന്നി ഫഖീറും ഫിൽ വറാലി ഗിനാക യാ മാലികി കുൻ ഷാഫിഈ ഫീ ഫാഖതി. എൻ്റെ ഉടമസ്ഥ എന്ന് വിളിച്ചിട്ടാണ് ഹബീബായ തങ്ങളെ സംബോധന ചെയ്യുന്നത്. ഉടമസ്ഥരായി കണ്ടുകൊണ്ടാണ് ചോദിക്കുന്നത്, കുൻ ഷാഫിഈ ഫീ ഫാഖതി, എൻ്റെ ബുദ്ധിമുട്ടിൽ പ്രയാസങ്ങളിലൊക്കെ അങ്ങനെക്ക് ശുപാർശകരായിട്ട് വേണം. യാ അക്രമസ്സഖലൈനി യാ കൻസൽ വറാ ജുദ്ലി ബിജൂദിക അർളിനി ബിറിളാക. എല്ലാത്തിൻ്റെയും ഖനിയായ നബിയെ, അങ്ങയുടെ ജൂദിൽ നിന്ന് എനിക്ക് നൽകണം. അന ത്വാമിഉം ബിൽ ജൂദി മിൻക വലം യകുൻ ലിഅബി ഹനീഫത ഫിൽ അനാമി സിവാക. അങ്ങയുടെ ധർമ്മത്തിലാണ് നമ്മുടെ പ്രതീക്ഷ, എൻ്റെ പ്രതീക്ഷ, അങ്ങല്ലാതെ എനിക്കാരുമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിച്ചു തേടുന്നത്. ഖസീദത്തുൽ ബുർദയിൽ യാ അക്രമൽ ഖൽഖി മാ ലിമൻ അലൂദു ബിഹി സിവാക ഇൻദ ഹുലൂലിൽ ഹാദിസിൽ അമിമി. ഹബീബായ തങ്ങളെ നേരിട്ട് വിളിക്കുകയാണ് മഹാനരായ ഇമാം ബുസ്രി റളിയല്ലാഹു അൻഹു. അത് പൂർവികരൊക്കെ ഇങ്ങനെ പഠിപ്പിച്ച് കാണിച്ചെന്നതാണ്. ഇതിൽ ചില ആളുകൾക്കൊക്കെ ഇപ്പോൾ പുതിയ പുതിയ ചിന്തകൾ വന്നുകൊണ്ടിരിക്കുന്നു എന്ന് തോന്നിയതുകൊണ്ടാണ് ആയിരിക്കണം വന്യരായ ഉസ്താദ് AP ഉസ്താദ് തന്നെ ഉസ്താദിൻ്റെ അസുഖമൊക്കെ മാറിയ തുടക്കത്തിൽ തന്നെ ഉസ്താദ് നോളജ് സിറ്റിയിൽ എല്ലാ സഖാഫികളെയും പ്രത്യേകം ഒരുമിച്ച് കൂട്ടിയിട്ട് പറഞ്ഞത്, ഇസ്തിഗാസൊക്കെ ശിർക്കൊന്നുമല്ല, എന്നാലും അതങ്ങനെ ഒരു പ്രോത്സാഹിപ്പിക്കേണ്ടതൊന്നല്ല എന്ന് പറയുന്നൊരു ടീം ഇങ്ങനെ വളർന്നു വരും പോലെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഉസ്താദ് പ്രത്യേകം ഇമ്മത്ത് മുഴുവനും പഠിപ്പിച്ചു തന്നിട്ടുള്ള മാതൃകയാണത് എന്ന് ഉസ്താദ് കടുപ്പിച്ച് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ കുത്തുബിയത്തിലൊക്കെ നമ്മൾ അങ്ങനെ തന്നെയല്ലേ നമ്മൾ ചെല്ലുന്ന ബസ്സുറഫു ആദി സിറാതൻ അൻത സാലികുഹു ഫല്ലാഹു അഅതാകഹു ഫഅൻത മാലികുഹു വനജ്ജിഹി മിൻ ലള ഫീഹാ മഖാലികുഹു സുൽത്താന കുല്ലി വലി മുഹയ്യിദ്ദീനി. ബസ്സുറഫു ആദി, എൻ്റെ ഹൃദയത്തെ ഒന്ന് പ്രകാശിപ്പിച്ചു തരണം. ഔസുല്ലാന്ന് നിങ്ങളെ വിളിച്ചു പറയാ, നരകത്തിൽ നിന്ന് സംരക്ഷിക്കണം, രക്ഷപ്പെടുത്തണം എന്ന് ഗൗസുല്ലാദം തങ്ങളെ വിളിച്ചു പറയാൻ നേരിട്ട്. ആ പൂർവികർ പഠിപ്പിച്ചു തന്നിട്ടുള്ള ആ മാതൃകകളിൽ നിന്നൊക്കെ മാറി അതൊക്കെ ഒരു പ്രയാസവും ബുദ്ധിമുട്ടൊക്കെ ആയിട്ട് കാണുന്ന രൂപത്തിലേക്ക് നമ്മൾ മാറുമ്പോൾ നമ്മുടെ റൂട്ട് തെറ്റിയിട്ടുണ്ട് എന്ന് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്.
ഉമർ ഖാദി തങ്ങൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഹളറത്തിൽ ചെന്ന് ഹബീബായ തങ്ങളെ യാ അക്റമൽ ഖുറമാ അലാ അഅതാബിക്കും ഉമറുൽ ഫഖീറുൽ മുർതജി ബിജനാബിക്കും യർജുൽ അതാഅ അലൽ ബുകാഇ ബിബാബിക്കും വദ്ദംഉ മിൻ ഐനൈഹി സാല സജീമാ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ എന്ന് പറഞ്ഞത് നമ്മുടെ എല്ലാ വാദിൻ്റെ വേദികളിലും നമ്മൾ കേട്ടതല്ലേ. ആ വൈത്തങ്ങ് പാടിയപ്പോഴേക്ക് ഹബീബായ തങ്ങളുടെ റൗള തുറക്കപ്പെട്ടത് എല്ലാ ഉസ്താദുമാരും വാദ് പറഞ്ഞ് നമ്മൾ കേട്ടതല്ലേ. നേരിട്ട് മുത്തുനബിയെ വിളിക്കല്ലേ, യാ അക്റമൽ ഖുറമാ അലാ അഅതാബിക്കും ഉമറുൽ ഫഖീറുൽ മുർതജി ബിജനാബിക്കും. അങ്ങിൽ നിന്ന് പ്രതീക്ഷിച്ചു കൊണ്ടുവന്ന ഉമർ അങ്ങയുടെ വാതിൽക്കലുണ്ട് എന്ന് പറഞ്ഞിട്ട് യർജുൽ അതാഅ അലൽ ബുകാഇ ബിബാബിക്കും, അങ്ങയുടെ വാതിൽക്കൽ നിന്ന് കരയുമ്പോൾ അങ്ങിൽ നിന്ന് സമ്മാനം ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചു വന്നതാണ് എന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞുകൊണ്ട് നേരിട്ട് ഹബീബായ തങ്ങളോട് ചോദിക്കല്ലേ. അപ്പോൾ ഈ മാതൃക പൂർവികർ മുഴുവനും നമുക്ക് പഠിപ്പിച്ചതും നമ്മൾ സാധാരണഗതിയിൽ പ്രസംഗങ്ങളിലും വാതുകളിലൊക്കെ പറയുന്നതായിരുന്നു. അപ്പം അന്നൊന്നും തോന്നാത്ത രൂപത്തിൽ ഇന്ന് നമുക്ക് അതിൽ അദബുകേടും പ്രയാസവും തോന്നാൻ പാടില്ല. പിന്നെ വന്യരായ ഷെയ്ഖുനായുമായി ബന്ധപ്പെട്ട് ഷെയ്ഖുനായുടെ വലിയ സ്ഥാനങ്ങൾ, അള്ളാഹു നൽകിയിട്ടുള്ള വലിയ വലിയ അധികാരങ്ങൾ, ആ അധികാരങ്ങളിലൊക്കെ സംശയങ്ങൾ പ്രകടിപ്പിക്കുന്ന ആളുകൾ പല വേദികളിലും ഷെയ്ഖുനായുടെ വലിയ വലിയ സ്ഥാനമാനങ്ങൾ പറഞ്ഞതിനെയൊക്കെ എഡിറ്റ് ചെയ്ത് സംസാരിക്കാൻ വേണ്ടി രംഗത്ത് വരുന്ന ആളുകളിൽ നിന്ന് ഇത്തരം സംസാരങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ വലിയ ഗൗരവത്തിൽ നാം ഈ വിഷയത്തിൽ ഇടപെടേണ്ടതുണ്ട്. കാരണം ഇതിപ്പോഴാണ് നമ്മൾ ഇസ്തിഗാസയുമായി ബന്ധപ്പെട്ട് മഹാന്മാർ നമുക്ക് ചെയ്തു തന്നു, അത് ചെയ്തു തന്നു എന്ന് പറയുന്നത് അദബുകേടാണെന്നുള്ള സംസാരം ഇപ്പോഴാണ് നമ്മൾ കേൾക്കുന്നത്. പക്ഷേ അതിൻ്റെ മുമ്പ് തന്നെ വന്യരായ ഷെയ്ഖുനായുടെ പേരിൽ ഇ.കെ. ദാരിമി ഉസ്താദ്, അള്ളാഹു അവരുടെ ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാവട്ടെ, ഒരു ഖുത്ബിയത്ത് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയങ്ങളിലൊക്കെ ചില പ്രസംഗങ്ങളിൽ ഔസുൽ ആലമിനെ കുറിച്ച് സദഖത്തുല്ലാഹിൽ ഖാരി തങ്ങളും ഖുത്ബിയത്ത് ഉണ്ടാക്കിയെന്ന് വിചാരിച്ച് എല്ലാവരെ കുറിച്ചും ഇങ്ങനെ തോന്നിയവരൊക്കെ ഖുത്ബിയത്ത് ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണോ? തോന്നിയവരൊക്കെ തോന്നിയതുപോലെ ഖുത്ബിയത്ത് ഉണ്ടാക്കലാണോ എന്ന് ചോദിച്ച് സുന്നത്ത് ജമാഅത്തിൻ്റെ വേദികളിൽ പ്രസംഗങ്ങൾ നടന്നിട്ടുണ്ട്. അന്നേ ഈ ഇസ്തിഗാസ വിരോധം നമുക്കൊക്കെ മണത്തിട്ടുണ്ട്. അപ്പോൾ മുഹീദ്ദീൻ ഷെയ്ഖിൻ്റെ പേരിൽ സദഖത്തുല്ലാഹിൽ ഖാരി തങ്ങൾ ഖുത്ബിയത്ത് ഉണ്ടാക്കി എന്ന് വിചാരിച്ച് കണ്ടോലൊക്കെ ഓരോരുത്തരുടെ പേരിൽ ഇങ്ങനെ ഖുത്ബിയത്ത് ഉണ്ടാക്കലാണോ എന്ന് ചോദിക്കുമ്പോൾ ആ ചോദ്യം എങ്ങോട്ടാണ് പ്രിയപ്പെട്ടവരെ തട്ടുന്നത്? അപ്പോൾ ഒരാൾക്ക് ഇന്ന് ഈ ലോകത്ത് ഒരു മഹാനായ അഖ്താബുമാരിൽപ്പെട്ട ഒരു മഹാനെക്കുറിച്ച് ഒരാൾക്ക് ഖുത്ബിയത്ത് ഉണ്ടാക്കണമെങ്കിൽ ഞാനതിന് സമ്മതം തരണം എന്നാണോ അതിൻ്റെ അർത്ഥം? അതല്ലാതെ പിന്നെ അത് പറയാൻ അധികാരമില്ലല്ലോ. അത് സമ്മതം കൊടുക്കേണ്ടവർ സമ്മതം കൊടുത്ത് സമ്മതത്തിനനുസരിച്ചായിരിക്കുമല്ലോ ഇ.കെ. ദാരിമി ഉസ്താദിനെ പോലെ മഹത്തുക്കളുടെ മശായിഖുമാരുടെ വീട്ടിൽ ജനിച്ച ഒരു പണ്ഡിതൻ ഒരു ഖുത്ബിയത്ത് തയ്യാറാക്കുമ്പോൾ സ്വാഭാവികമായും വേണ്ടവരിൽ നിന്ന് സമ്മതം വാങ്ങിയിട്ടായിരിക്കുമല്ലോ അതൊക്കെ ചെയ്തിട്ടുണ്ടാവുക. പിന്നെ ഒരാൾ വേദിയിൽ വന്നിട്ട് ഔസുൽ ആലമിനെ പറ്റി സദഖത്തുല്ലാഹിൽ ഖാരി തങ്ങൾ ഖുത്ബിയത്ത് ഉണ്ടാക്കിയെന്ന് വിചാരിച്ച് നമ്മളൊക്കെ ഇങ്ങനെ തോന്നിയോലൊക്കെ ഇങ്ങോട്ട് ഖുത്ബിയത്ത് ഉണ്ടാക്കലാണോ എന്ന് ചോദിക്കും. അതൊക്കെ എന്നോട് ചോദിച്ചിട്ട് വേണം, ഞാൻ പറഞ്ഞിട്ട് വേണം എന്ന് പറഞ്ഞതുപോലെയല്ലേ അത്? അതല്ല, ഈ ഖുത്ബിയത്ത് ഉണ്ടാക്കപ്പെട്ട ഖുത്ബിയത്തുകളെ കുറിച്ച് നിങ്ങൾ എങ്ങനെയാണ് ഉണ്ടാക്കിയത്, ആരാണ് നിങ്ങൾക്ക് സമ്മതം തന്നത് എന്നൊക്കെ ചോദ്യം ചെയ്തതിന് ശേഷമാണോ അങ്ങനെയൊക്കെ പ്രസംഗിച്ചത്? അപ്പം അന്നേ നമുക്ക് ഈ വിഷയത്തിലൊക്കെ ഇസ്തിഗാസയിലൊക്കെയുള്ള വിരോധം മണത്തു തോന്നിയതാണ്. ഇപ്പോഴാണത് വ്യക്തമായിട്ട് മഹാന്മാർ തന്നു എന്ന് പറയുമ്പോൾ അത് ശരിയായ അതവല്ല എന്ന വാക്ക് പരസ്യമായി വന്നത്. മഹാനരായ ഷെയ്ഖുനായെക്കുറിച്ച് ഷെയ്ഖുനായെ വിളിച്ചു തേടാൻ വേണ്ടി ഉണ്ടാക്കിയ ഇ.കെ. ദാരിമി ഉസ്താദിൻ്റെ ഖുത്ബിയത്ത്, അതിൽ മഹാനവറുകൾ നോക്കുങ്ങൾ നേരിട്ട് ചോദിക്കുന്ന സ്വഭാവം അത് പൂർവികർ മുഴുവനും, ഞാൻ പറഞ്ഞല്ലോ അബൂ ഹനീഫ ഇമാം തങ്ങളത്, ബൂസരി ഇമാമിൻ്റെത്, എല്ലാവരും നമ്മളിങ്ങനെ വായിച്ചല്ലോ സദഖത്തുൽ ഖാരി തങ്ങൾ ഖുത്ബിയത്തിലുള്ളത്. ഷെയ്ഖുനായെ വിളിച്ചുകൊണ്ട് ഇ.കെ. ദാരിമി ഉസ്താദ് പറഞ്ഞു, ഇന്ദ ഷദാഇദി ഹാദിറൻ ലീ സയ്യിദി ഇന്ദൽ മമാതി വ ബഅദഹാ വ ഫിൽ ഗദി ലിൽ ഫൗസി ഫൗസൻ ബിസ്സലാമി സർമദി സിയം വലിയല്ലാഹി യാ മടവൂരി.
ഇന്ദ ശദാഇദി ഹാദിറൻ ലീ സയ്യിദി, ബുദ്ധിമുട്ടിൻ്റെ ഘട്ടങ്ങളിൽ, പ്രയാസപ്പെടുന്ന ഘട്ടങ്ങളിലൊക്കെ അങ്ങ് ഹാജരാവണം. എന്നിട്ട് പറഞ്ഞു ഇന്ദൽ മമാതി വബഅദഹാ വഫിൽ ഗദി, ഏറ്റവും ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പ്രയാസം വരുന്ന ഘട്ടമാണ് പിശാച്, ഏറ്റവും കൂടുതൽ ഒരു മനുഷ്യനെ ബുദ്ധിമുട്ടിക്കുന്ന ഘട്ടമാണ് മരണത്തിൻ്റെ സമയം. ആ സമയത്ത് അങ്ങ് ഹാജറുണ്ടാവണം. ലിൽ ഫൗസി ഫൗസൻ ബിസ്സലാമി സർമദി, ശാശ്വതമായ രക്ഷ ലഭിക്കാൻ, സലാമത്ത് ലഭിക്കാൻ അങ്ങ് ഹാജർ വേണം, അങ്ങയുടെ സഹായം വേണം. അങ്ങനെ വിളിച്ചു ചേടാണ്. വലിൽ ഫുആദി നവ്വിറൻ ബാസിറതി وقض الحوائج بلغني بغيتي لكي أفوز بنيل كل سعادتي سيم ولي الله يا مدبوري. എൻ്റെ ഹൃദയത്തെ വലിൽ ഫുആദി നവ്വിറൻ ബസീറതി, എൻ്റെ ഉൾക്കാഴ്ച അങ്ങ് പ്രകാശിപ്പിച്ചു തരണം. വഖ്ദിൽ ഹവായിജ ബല്ലിഗന്നി ബിഗയതി, എൻ്റെ ആവശ്യങ്ങളൊക്കെ വീട്ടിത്തരണം, ആഗ്രഹങ്ങളൊക്കെ എത്തിച്ചു തരണം എന്ന് പറഞ്ഞ് നേരിട്ട് ചോദിക്കുകയാണ് മഹാനരായ ശൈഖുനായ വിളിച്ചുകൊണ്ട് വന്യരായ ഇ കെ ദാരിമി ഉസ്താദ് ഖുതുബിയത്തിലൂടെ. അപ്പോൾ ഇതിനെയായിരുന്നു ആദ്യം ഔസുല്ലാദ ഞങ്ങൾക്ക് അല്ലാണ്ട് വേറെ എന്താ ബാക്കിയുള്ളവർക്കൊക്കെ തോന്നിയ പോലെ ചെയ്താണോ എന്ന് ചോദിച്ചിട്ട് ഒരു ചോദ്യം എറിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നീട് ഇങ്ങനെ ഓരോന്നോരോന്ന് പ്രത്യക്ഷത്തിലേക്ക് ഇങ്ങനെ കടന്നു വരുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ കഴിഞ്ഞ മാസം നമ്മൾ കേട്ടത് മഹാന്മാർ തന്നു എന്ന് പറയൽ യഥാർത്ഥ അദബല്ല എന്ന സംസാരം. എൻ്റെ പ്രിയപ്പെട്ടവരെ, വലിയ ഗൗരവത്തിൽ വേണം നമ്മൾ ഇതിനെ വിലയിരുത്താനും മനസ്സിലാക്കാനും. കാരണം പൂർവികർ മുഴുവനും നമുക്ക് പഠിപ്പിച്ചു തന്ന മാതൃകക്ക് നേരെ ഘടകവിരുദ്ധാണത്. ഖുത്ബിയത്ത്, ഗൗസുൽ ആദം തങ്ങളെ നേരിട്ട് വിളിക്കൽ, ഇതിനൊക്കെ എതിരെയാണ് വഹാബികൾ പ്രസംഗിച്ചിട്ട് ഏറ്റവും കൂടുതൽ ഖണ്ഡന പ്രസംഗങ്ങളും സംവാദങ്ങളും ഒക്കെ നടന്നത്. വഹീദ്ദീൻ ഷെയ്ഖെ കാക്കണേ, ബദരീങ്ങളെ കാക്കണേ എന്ന് വിളിച്ചു അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടാണ് ഏറ്റവും കൂടുതൽ ഖണ്ഡനങ്ങൾ സംവാദങ്ങളൊക്കെ നമ്മളെ നാട്ടിൽ നടന്നത്. എന്നിട്ടിപ്പോൾ അങ്ങനെ വിളിച്ചു തേടാന്ന് തന്നെയാണ് ഞങ്ങൾ പറയുന്നത്. പക്ഷേ ഒരു തന്നെന്ന് പറഞ്ഞാൽ അത് അദബുകേടാണെന്ന് പറഞ്ഞാൽ ഈ പൂർവികരൊന്നും പറയാത്തൊരു സംസാരം ഇന്ന് എവിടെ നിന്ന് വന്നു എൻ്റെ പ്രിയപ്പെട്ടവരെ? അപ്പോൾ ആ വിഷയം നമ്മൾ നല്ല ഗൗരവത്തിൽ മനസ്സിലാക്കണം. അത് പൂർവികരായ ഇമാമിങ്ങൾ മുഴുവനും പഠിപ്പിച്ചു തന്ന മാതൃകയാണ്. ഷാഫി ഇമാമി റിസാലയുടെ തുടക്കത്തിൽ തന്നെ എല്ലാ നിഅമത്തും മുത്തുനബി വാസിത്തയായിട്ട് മാത്രമാണ് ലഭിക്കുന്നത് എന്നത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അറാബിയായ മനുഷ്യൻ ഹബീബായ തങ്ങളെ ഹദറത്തിൽ വന്ന് നേരിട്ട് മഴയ്ക്ക് വേണ്ടി ചോദിക്കുകയാണ്. ഔസുല്ലാദം തങ്ങൾ ഞാൻ നിങ്ങൾ എന്നെ വിളിച്ചാൽ ആവശ്യം വീട്ടിത്തരുമെന്ന് പറഞ്ഞത് ബഹ്ജത്തുൽ അസ്റാർ ഇമാം ഷത്നുഫി പ്രത്യേകം എടുത്തുദ്ധരിക്കുകയാണ്. സദഖത്തുല്ലാഹിൽ ഖാഹിരി തങ്ങൾ മീകായിൽ അലൈഹിസ്സലാമിനോട് മഴയെ തേടിയതും അങ്ങനെ മഴ ലഭിച്ചതും സംഗതി മഹാന്മാരൊക്കെ കിതാബുകളിൽ സയ്യിദ് സിറാജുദ്ദീൻ ഖാദിരി തങ്ങൾ സദഖത്തുല്ലാഹിൽ ഖാഹിരി തങ്ങളെ മനാഖിബ് പറഞ്ഞെടുത്ത് പ്രത്യേകവും എടുത്തു പറഞ്ഞിട്ടുള്ളതാണ്. അബൂ ഹനീഫ ഇമാമു തങ്ങളും ഇമാം ബൂസുരി തങ്ങൾ ഉമർ ഖാദി തങ്ങൾ അടക്കം മഹാനരായ ഷെയ്ഖുനായുടെ ഖുത്ബിയത്തിൽ ഇ കെ ദാരിമി ഉസ്താദ് അടക്കം അവരൊക്കെ നേരിട്ട് മഹാന്മാരെ വിളിച്ച് തേടിയിട്ടുള്ളതാണ്. വന്യരായ ഷെയ്ഖുനായ ഇതുപോലെ നേരിട്ട് ഷെയ്ഖുനായോട് ഇസ്തിഗാസ ചെയ്യുന്നൊരു ബൈത്ത് ഒരു ഉസ്താദ്, ഒരു സഖാഫി ഉസ്താദ് തയ്യാർ ചെയ്തപ്പോൾ അതിനെതിരെ സംസാരിക്കാൻ വേണ്ടി രംഗത്ത് വന്നവരാണ് ഇപ്പോൾ മഹാന്മാർ തന്നു എന്ന് പറഞ്ഞാൽ അത് യഥാർത്ഥ അദബല്ല എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്നത് എന്നത് കാര്യങ്ങളുടെ ഗൗരവം വർദ്ധിപ്പിക്കുന്നുണ്ട്. വളരെ ശ്രദ്ധിച്ചു വേണം ഇത്തരം സമീപനങ്ങളെ കൈകാര്യം ചെയ്യുവാനെന്ന് സുന്നത്ത് ജമാഅത്തിൻ്റെ പ്രവർത്തകരോട് പ്രത്യേകം ഈ സാഹചര്യത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. പൂർവികരായ സ്വാലിഹീങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുള്ള വലിയ മാതൃക, മഹത്തുക്കൾ പഠിപ്പിച്ചു തന്നിട്ടുള്ള നമ്മുടെ ഇക്കഴിഞ്ഞ തലമുറയിലെ തൊട്ട് മുമ്പുള്ള ഉസ്താദുമാരടക്കം കൊണ്ടൂർ ഉസ്താദിനെ പോലെയുള്ള മഹത്തുക്കളൊക്കെ അമ്പുറത്തെ തങ്ങളടുത്ത് പോയിട്ട് ചോദിക്കുക, അമ്പുറത്തെ തങ്ങൾ തന്നെന്ന് പറയുക. ഇതൊക്കെ ഓലൊക്കെ ചെയ്തെന്ന ഓല കൂടെ ജീവിച്ച ഉസ്താദുമാരൊക്കെ ഇന്ന് എത്രയോ ആളുകൾ നമ്മളെ കൂടെ ജീവിച്ചിരിപ്പുണ്ടല്ലോ, അവരൊക്കെ ആ കഥകൾ നമുക്ക് എണ്ണി എണ്ണി പറഞ്ഞു തരും. അപ്പോൾ ആ രീതി പൂർവികരൊക്കെ പഠിപ്പിച്ചതാണ്. അവരെയൊക്കെ അദബുകേടിലേക്ക് തള്ളിയിട്ട് നമ്മളൊരു തൗഹീദിൻ്റെ ആളായിട്ട് വരിക. മുത്തുനബി എന്നാരോ അനുസരിച്ചാൽ അത് അള്ളാഹുവിനെയാണ് അനുസരിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ മുത്തുനബി ശിർക്കിനോടടുത്ത് എന്ന് പറഞ്ഞ മുനാഫിഖീങ്ങളെ സ്വഭാവം, മുത്തുനബിയേക്കാൾ വലിയ അള്ളാഹിൻ്റെ ആളായിട്ട് ഇങ്ങോട്ട് രംഗപ്രവേശനം ചെയ്യുന്ന സ്വഭാവം നല്ല സ്വഭാവമായി ആരും മനസ്സിലാക്കി വഞ്ചിതരായി പോവരുത് എന്ന് പ്രത്യേകം ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. പിന്നെ രണ്ടാമത് ഒരു കാര്യം, ഈ കഴിഞ്ഞ ഒരു മാസത്തിനിടയ്ക്ക് നമ്മൾ പ്രധാനമായിട്ട് നമുക്ക് പറയേണ്ടതായിട്ട് വന്നിട്ടുള്ള ഒരു വിഷയം, മഹാനരായ ഷെയ്ഖുനായുടെ മുദബ്ബിറുൽ ആലം എന്ന്
പ്രയോഗത്തെക്കുറിച്ച് പല വേദികളിലും നമ്മൾ കേട്ടിട്ടുള്ള ചില സംസാരങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അമ്പിയാക്കന്മാരുടെ അനന്തരാവകാമികളായി മഹത്തുക്കളായ അഖ്താബുമാരായ ഔലിയാക്കന്മാരെ അയച്ചുകൊണ്ടിരിക്കും. നമ്മളെപ്പോഴും ഇമാം ബുഖാരി സ്വഹീഹിൽ ഉദ്ധരിച്ച ഹദീസ് പറയാറുണ്ട്. ഹബീബായ തങ്ങൾ പറഞ്ഞ കാനത്തു ബനു ഇസ്രാഈല തസൂസുഹുമുൽ അംബിയാ, ബനു ഇസ്രായേലികളെ അമ്പിയാക്കന്മാരായിരുന്നു നയിച്ചിരുന്നത്. കുല്ലമാ ഹലക നബിയുൻ ഖലഫഹു നബി, ഓരോ നബിമാർ വഫാത്താകുമ്പോഴും പുതിയ നബിമാർ വരും. പക്ഷേ ഫഇന്നഹു ലാ നബിയ ബഅദി, എനിക്ക് ശേഷം നബിമാരൊന്നുമില്ല. ഫസയകൂനു ഖുലഫാ, പക്ഷേ എനിക്ക് പ്രതിനിധികൾ വരാനുണ്ട്, ഖലീഫമാർ വരാനുണ്ട്. ഫയക്സുറൂൻ, അവർ ധാരാളം ഉണ്ടാകും എന്നൊക്കെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെ അഖ്താബുമാരായി അൽ ഖുതുബ് അൽ ഗൗസായി വരുന്ന വലിയ മഹാന്മാർ, അവർക്ക് അള്ളാഹു തദ്ബീറുൽ ആലമു നൽകും. ലോകം അവർ നിയന്ത്രിച്ചു കൊണ്ടിരിക്കും. ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽക്കി തുഅ്തിൽ മുൽക മൻ തശാ, വിശുദ്ധ ഖുർആൻ സൂറത്ത് ആലി ഇമ്രാനിലൂടെ അള്ളാഹു പറഞ്ഞു, ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽക്ക്, അള്ളാഹിനെ വിളിച്ചു പറയണം, അല്ലാഹുമ്മ മാലിക്കൽ മുൽക്ക്, എല്ലാ അധികാരങ്ങളെയും ഉടമപ്പെടുത്തിയവനാണ് അള്ളാഹു. തുഅ്തിൽ മുൽക മൻ തശാ, നീ ഉദ്ദേശിച്ചവർക്ക് നീ മുൽക്കിനെ നൽകും, അധികാരങ്ങളെ നൽകും എന്ന് വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. ആ രൂപത്തിൽ മഹാന്മാർക്ക് നൽകുന്ന അധികാരമാണ് അൽ ഖുതുബ് അൽ ഗൗസായി വരുന്ന മഹാന്മാർ. അവർക്ക് തദ്ബീറുൽ ആലം അള്ളാഹു നൽകും. ആ അധികാരം അറിയിച്ചുകൊണ്ട് വന്യരായ ഷെയ്ഖുന അന ഖുതുബുൽ ആലം അന മുദബ്ബിറുൽ ആലം എന്നൊക്കെ പറയാറുണ്ടായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് ആദ്യമായി ഇതിനെ നിഷേധിച്ചുകൊണ്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്, ഒരു ഉസ്താദിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടിരുന്നു. ഇത് മുദബ്ബിറുൽ ആലം എന്ന് ഷെയ്ഖുന പറഞ്ഞിട്ടില്ല, അത് കള്ളം പ്രചരിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ആ ഫേസ്ബുക്ക് പോസ്റ്റ്. പക്ഷെ പിന്നീട് മടവൂർ ഖാഫില അടക്കം പലരുടെയും രംഗപ്രവേശനം, മഹാനരായ സയ്യിദ് യൂസുഫുൽ ജീലാനി തങ്ങൾ ഒക്കെ പരസ്യമായി വേദികളിൽ തന്നെ പറയാറുണ്ടായിരുന്നു അത് മുദബ്ബിറുൽ ആലം എന്ന് ഷെയ്ഖുന പറഞ്ഞതിനെക്കുറിച്ച്. അങ്ങനെ പലരും പറയാൻ തുടങ്ങി. അപ്പോൾ പിന്നെ അങ്ങനെ മടവൂർ ഷെയ്ഖുന പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് ക്ലച്ച് പിടിക്കില്ല എന്ന രൂപത്തിലായപ്പോൾ പിന്നെ സുന്നത്ത് ജമാഅത്തിൻ്റെ പല വേദികളിലും വന്നിട്ട് മുദബ്ബിറുൽ ആലം അള്ളാഹുവാണ്, മറ്റ് പലതിൻ്റെയും തദ്ബീർ പലർക്കും കൊടുക്കും, പക്ഷേ മുദബ്ബിറുൽ ആലം അത് അള്ളാഹു മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് മുദബ്ബിറുൽ ആലം എന്ന് പ്രയോഗിക്കുന്നതിനെതിരെ പ്രസംഗങ്ങൾ നടന്നു. അത് കുറച്ചും കൂടി കഴിഞ്ഞ് അതും മുദബ്ബിറുൽ ആലം എന്ന പ്രയോഗത്തെയും വെല്ലുവിളിച്ച് മുന്നോട്ട് പോയാൽ കാര്യം നടക്കില്ല എന്ന് തോന്നിയപ്പോൾ പിന്നീടാണ് അത് മുദബ്ബിറുൽ ആലം എന്ന് പറഞ്ഞാൽ ചില കാര്യങ്ങളിലുള്ള തദ്ബീർ എന്നർത്ഥം വെക്കണം എന്ന രൂപത്തിലേക്ക് പലരും രംഗത്ത് വന്നത്. സൂര്യന് ചന്ദ്രനൊന്നും നിയന്ത്രിക്കുക എന്നതിനർത്ഥമില്ല എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നത്. അതൊക്കെ എവിടെ നിന്നാണ് കിട്ടിയതെന്ന് ഇപ്പോഴും നമുക്ക് മനസ്സിലായിട്ടില്ല. ഈ വിഷയത്തിലൊക്കെ പലരും ഓൺലൈനിലും അല്ലാതെയൊക്കെ പ്രസംഗിക്കുന്നതും പ്രതികരിക്കുന്നവരിൽ നിന്ന് പോലും മുദബ്ബിറുൽ ആലം എന്ന് പറഞ്ഞാൽ സൂര്യനും ചന്ദ്രനും നിയന്ത്രിക്കാമെന്നൊന്നും അതിനർത്ഥമല്ല എന്ന് പ്രസംഗിച്ചതിനെക്കുറിച്ചുള്ളൊരു പ്രതികരണം നമുക്ക് കിട്ടിയിട്ടേ ഇല്ല. അത് എവിടെ നിന്ന് കിട്ടിയതാ? മുദബ്ബിറുൽ ആലം എന്ന് പറഞ്ഞാൽ സൂര്യനെയും ചന്ദ്രനെയും നിയന്ത്രിക്കാമെന്നൊന്നും അതിനർത്ഥമല്ല എന്നത് എവിടെ നിന്ന് കിട്ടിയതാ? എന്നിട്ടല്ലേ പിന്നെ മുത്തുനബിൻ്റെ ആവൂല എന്നുള്ള ചർച്ച. അപ്പോൾ ഇപ്പറഞ്ഞതൊക്കെ സൂര്യനെയും ചന്ദ്രനെയും നിയന്ത്രിക്കാമെന്നൊന്നും അതിനർത്ഥമല്ല എന്ന് പറഞ്ഞതിൻ്റെയൊക്കെ അടിസ്ഥാനം എന്താ? എന്താണ് മുദബ്ബിറുൽ ആലമായി വരുന്ന അൽ ഖുതുബ് അൽ ഗൗസ് സൂര്യനെയും ചന്ദ്രയും നിയന്ത്രിക്കുന്നവരാണ് എന്ന് പറയുന്നത് കൊണ്ട് എന്താണ് ബുദ്ധിമുട്ട്? അതല്ലെങ്കിൽ അങ്ങനൊന്നും അതിനർത്ഥമില്ല, മുദബ്ബിറുൽ ആലം സൂര്യനെ ചന്ദ്രനെ നിയന്ത്രിക്കാൻ പാടില്ല എന്നുണ്ടെങ്കിൽ അത് പറയൂ നിങ്ങൾ. എവിടെയാണതുള്ളത്? ഇത് പറയുന്ന സമയത്ത് നമ്മൾ ആദ്യമായി പ്രാഥമികമായി മനസ്സിലാക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഇത് നേരത്തെ ബിദഈ കക്ഷികളുടെ നേതാക്കന്മാർക്കൊക്കെ ഉള്ള പ്രയാസമായിരുന്നു ഇത്. അതായത് മഹാന്മാർക്ക് ഈ വലിയ അധികാര പദവികൾ, അവരുടെ പേരുകൾ, സ്ഥാനമാനങ്ങൾ പറയുന്നത് അവർക്കൊന്നും ഇഷ്ടമില്ലായിരുന്നു. ഇബ്നു തൈമിയ്യയോടൊരു ചോദ്യം, മാ ഖൗലു സാദത്തിൽ ഉലമാ ഫി ഹാദിഹിൽ അസ്മാഇ അല്ലതി തസമ്മാ ബിഹാ അഖ്വാം മിനൽ മൻസൂബീന ഇല ദീനി വൽ ഫളീല. പല മഹത്തുക്കളായ ആളുകൾക്കും ശ്രേഷ്ഠതയുള്ള ആളുകൾക്കും പറയപ്പെടുന്ന ചില പേരുകളുണ്ടല്ലോ. യഖൂലൂന ഹാദാ ഗൗസുൽ അഖ്വാസ് വഹാദാ ഖുതുബുൽ അഖ്താബ് ഹാദാ ഖുതുബുൽ ആലം എന്നൊക്കെ
ഖുത്ബുൽ ആലം, ഖുത്ബുൽ അഖ്താബ്, ഗൗസുൽ അഖ്വാസ് എന്നൊക്കെ പലരെ കുറിച്ചും ഇങ്ങനെ പറഞ്ഞു കേൾക്കുന്നുണ്ടല്ലോ. എന്താണ് അങ്ങനെയൊക്കെ പേര് പറയുന്നത്? അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഇബ്നു തൈമിയ കൊടുക്കുന്ന മറുപടി അസ്മാഉൻ ലൈസത്ത് മൗജൂദത്തുൻ ഫീ കിതാബില്ലാഹ് വലാ ഹിയ അയ്ദൻ മഅ്സൂറ. അത് അള്ളാഹുവിൻ്റെ ഖുർആനിലോ മഅ്സൂറായിട്ടോ ഒന്നും വന്നിട്ടുള്ളതല്ല എന്ന് പറഞ്ഞ് അതിനെ എതിർക്കുകയാണ്. ഗൗസുൽ ആലം എന്ന പോലുള്ള പദങ്ങൾ അള്ളാഹ്ക്കേ പറയാൻ പറ്റൂ എന്ന രൂപത്തിലാണ് ഇബ്നു തൈമിയയുടെ ഒക്കെ സംസാരം. അപ്പോൾ ആ പറയുന്ന പേരുകൾ ഖുത്ബുൽ ആലം പോലെയുള്ള, ഖുത്ബുൽ ആലം എടുത്തു പറഞ്ഞല്ലോ, ഗൗസുൽ അഖ്വാസ്, ഖുത്ബുൽ അഖ്താബ് ഒക്കെ പറഞ്ഞത് അതൊന്നും ഖുർആനിലും അസറുകളിലൊന്നും ഇല്ലാത്തതാണ്. ഗൗസുൽ ആലം എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ അള്ളാഹ്ക്കേ പറയാൻ പറ്റൂ എന്ന രൂപത്തിലുള്ള സംസാരം ഈ ബിദ്അത്തുകാരുടെ തലതൊട്ടപ്പനായ ഇബ്നു തൈമിയ, സാക്ഷാൽ ഇബ്നു തൈമിയയാണ് ഈ വാക്ക് പറഞ്ഞിട്ടുള്ളത്. അതൊന്ന് നമ്മൾ പ്രാഥമികമായിട്ട് മനസ്സിലാക്കണം. പിന്നെ 2, ഇങ്ങനെ മഹാന്മാരെ വിളിച്ച് തേടുമ്പോഴും അല്ലെങ്കിൽ നമുക്കവർ ചെയ്തു തന്ന സഹായം അവരിലേക്ക് ചേർത്തി പറയുമ്പോഴും ഒക്കെ പ്രയാസം കാണുക. അല്ലെ, മഹാന്മാർ അള്ളാഹു കൊടുത്തിട്ടുള്ള മുഅ്ജിസത്ത് കറാമത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ചെയ്യുന്ന പല പ്രവർത്തനങ്ങളെയും അതൊക്കെ അങ്ങനെ പറയുമ്പോൾ അതിലൊക്കെ ഒരു ചൊറിച്ചിൽ തോന്നുക. ഇതും ഈ ബിദ്അത്തുകാരുടെ സ്വഭാവമാണ്. അതാണല്ലോ റഷീദ് റിള പറഞ്ഞത്. വിശുദ്ധ ഖുർആനിൽ സയ്യിദുന മൂസ അലൈഹിസ്സലാം, സയ്യിദുന ഈസ അലൈഹിസ്സലാമിൻ്റെ ഒക്കെ മുഅ്ജിസത്തുകൾ പറയുന്നുണ്ടല്ലോ. വടിയിട്ട സമയത്ത് പാമ്പാവണത്, തിരിച്ചെടുക്കുമ്പോൾ നേരിട്ട് വടിയായിട്ട് കിട്ടുന്നത്, സയ്യിദുന ഈസ അലൈഹിസ്സലാം മരിച്ചവരെ ജീവിപ്പിക്കുന്നത്, വെള്ളപ്പാണ്ട് സുഖപ്പെടുത്തുന്നത്, അന്ധന്മാർക്ക് കണ്ണിന് കാഴ്ച കൊടുക്കുന്നത് തുടങ്ങി പല മുഅ്ജിസത്തുകളുണ്ടല്ലോ. ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് റഷീദ് റിള പറഞ്ഞല്ലോ മുപ്പര തഫ്സീറിൽ, വലൗലാ ഹികായത്തുൽ ഖുർആനി ലിആയാതി അല്ലതി അയ്യദ ബിഹാ മൂസ വഈസ അലൈഹിസ്സലാം. മൂസാ നബിയുടെ ഈസാ നബിയുടെയൊക്കെ മഹത്വം പറയുന്ന, ഓല ശക്തിപ്പെടുത്തുന്ന പല കഥകളും ഖുർആനിൽ ഇല്ലായിരുന്നുവെങ്കിൽ ലക്കാന ഇഖ്ബാലു അഹ്റാരിൽ ഇഫ്രഞ്ചി അലൈഹി അക്സർ. കൂടുതൽ ആളുകൾ, പാശ്ചാത്യന്മാർ, കൂടുതൽ ആൾക്കാരൊക്കെ ഇസ്ലാമിലേക്ക് കടന്നു വരുമായിരുന്നു. പാശ്ചാത്യന്മാർ ധാരാളം ഇസ്ലാമിലേക്ക് വരുമായിരുന്നു. ഇത്തരം കഥകളൊന്നും ഖുർആനിൽ ഇല്ലായിരുന്നുവെങ്കിൽ. അള്ളാനെയാണ് എഡിറ്റ് ചെയ്യണത് പറഞ്ഞിട്ട്. അപ്പോൾ അള്ളാനെ എഡിറ്റ് ചെയ്തവർ പറയാം ഇത്തരം കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അതും കൊണ്ട് ശരിയായില്ല, അതുകൊണ്ടാണ് കുറേ പാശ്ചാത്യന്മാർ ഇസ്ലാമിലേക്ക് വരാത്തത്, അതൊന്നും ഇല്ലായിരുന്നെങ്കിൽ ഒരു വരുമായിരുന്നു എന്ന്. ഈ പറഞ്ഞ ആ വഴിയാണ് ഈ വഴി. ഏത് മഹാന്മാരിലേക്ക് ചേർത്ത് പറയുമ്പോൾ അതിൽ പ്രയാസം, മഹാന്മാരെ വലിയ സ്ഥാനങ്ങൾ പറയുമ്പോൾ അതിൽ പ്രയാസം. അത് ഇബ്നു തൈമിയൻ്റെ ആണല്ലോ. ഈ തെറ്റിദ്ധാരണ വരും എന്ന് പറഞ്ഞിട്ട് ഈ പറയുന്നതിനെ മുഴുവനും തടഞ്ഞു നിർത്തുന്ന ഈ രീതി ഉണ്ടല്ലോ, അത് റഷീദ് റിളക്കും ഉണ്ടായിരുന്നു. പാശ്ചാത്യന്മാരൊക്കെ കുറേ ഇസ്ലാമിലേക്ക് ഇങ്ങോട്ട് വരുമായിരുന്നു. ഈ ഈസാ നബിൻ്റെയും മൂസാ നബിൻ്റെയൊക്കെ മൗജിദത്തും കഥകളൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നെങ്കിൽ എന്നത് റഷീദിലേക്കുള്ളതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, മഹാന്മാരായ ഇമ്മത്ത് പഠിപ്പിച്ച ആ റൂട്ടുണ്ടല്ലോ അത് മതി. അതിലപ്പുറം നമ്മളൊരു എഡിറ്റിംഗ് ഉണ്ടല്ലോ. അള്ളാഹുവിനേക്കാൾ വലിയ തൗഹീദ്, മുത്തുനബിയേക്കാൾ വലിയ തൗഹീദ്, ഇത് നേരായ വഴിയല്ല. അത് ഇബ്നു തൈമിയയുടെ റൂട്ടാണ്, റഷീദ് റിളയുടെ റൂട്ടാണ് എന്നത് പ്രാഥമികമായി മനസ്സിലാക്കുക. മഹത്തുക്കൾക്ക് അള്ളാഹു കൊടുത്തിട്ടുള്ള സ്ഥാനങ്ങൾ, സ്ഥാനത്തിൻ്റെ പേരുകൾ, ഇതൊക്കെ പറയുന്നിടത്തുള്ള പ്രയാസം അത് ഇബ്നു തൈമിയക്കുണ്ടായിരുന്നതാണ് ഒന്ന്. പിന്നെ ഈ മുദബ്ബിറുൽ ആലം എന്ന പ്രയോഗം, ഈയിടെ ഒരാളെ പ്രസംഗം കേട്ട് ഈ മുദബ്ബിറുൽ ആലം എന്നുള്ള പ്രയോഗം അറബി കിതാബിലൊന്നും ഒരു വ്യക്തിയെ കുറിച്ച് അങ്ങനെ പറഞ്ഞത് കാണില്ല. അങ്ങനെ ഇല്ല എന്നാണ് അയാൾ പറയുന്നത്. എന്താണ് ആ വർത്താനൊക്കെ? വന്ധ്യരായ ഷെയ്ഖുന പറഞ്ഞിട്ടുണ്ട്, അതിപ്പോൾ ആരും തർക്കിക്കും എന്ന് തോന്നുന്നില്ല. ഒന്ന്, അത് നമ്മളെ വന്ധ്യരായ പിലാക്കൽ ഉസ്താദ് ഷെയ്ഖുനയെ കുറിച്ച് എഴുതിയിട്ടുള്ള അൽ മൗലിദുൻ നൂരി ലിൽ ഗൗസിൽ മടവൂരി, ഈ മൗലിദ് കിതാബിൻ്റെ 87-ാമത്തെ പേജിൽ കാണാം. ഷെയ്ഖുനായുടെ വലിയ സ്ഥാനങ്ങൾ, ഷെയ്ഖുനായുടെ ഖുത്ബിയത്തിനെ കുറിച്ച് സംസാരിക്കുന്ന ഹിസ്ബിൽ അവർ പറയുന്നു, ഖാലലി മുദർരിസുൻ കാന യഅ്തിൽ ഗൗസ കസീറൻ ലിൽ ഇസ്തിമാൻ. ധാരാളം വന്യരായ ഷെയ്ഖുനായെ സന്ദർശിക്കാറുണ്ടായിരുന്ന ഒരു മുദർരിസ് അദ്ദേഹം എന്നോട് പറഞ്ഞു, ഖാല ലഹു അന അഖൂലു അൻക ഖുത്ബുൽ അഖ്താബ് വ മുദബ്ബിറുൽ ആലം. ഈ ഉസ്താദ്, അതായത് ഇസ്മായിൽ സഖാഫി, മദീനത്തു സിയം എന്ന് പറഞ്ഞ സ്ഥാപനം നടത്തുന്ന കോഴിക്കോട് ജില്ലാ ജമിയത്തുൽ ഉലമയുടെ മുഷാവറ അംഗമായ അവിടുത്തെ മേഖലയുടെ ഒക്കെ ഭാരവാഹിയായിട്ടുള്ള ഇസ്മായിൽ സഖാഫി, അവർ ഷെയ്ഖുനായെ നിരന്തരം സന്ദർശിക്കുന്ന ആളായിരുന്നു. അവർ പറയാണ്, ഞാൻ
ഷെയ്ഖുനായുടെ അടുക്കൽ ചെന്നുകൊണ്ട് പറഞ്ഞു, അങ്ങയെക്കുറിച്ച് ഞാൻ ഖുതുബുൽ അഖ്താബ് എന്നും മുദബ്ബിറുൽ ആലം എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഷെയ്ഖുനായുടെ മറുപടിയാണ് ഫൽ മദ്ഹു യഖ്സുറു അൻ ബുലൂഗിൽ മഖ്സിദി, ആ പറഞ്ഞതൊന്നും എവിടെയും എത്തിയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഷെയ്ഖുന അതിനോട് പ്രതികരിക്കുന്നത്. അപ്പോൾ മുദബ്ബിറുൽ ആലം എന്ന് ഷെയ്ഖുന തന്നെ പറഞ്ഞത് വൈലത്തൂർ തങ്ങളൊക്കെ പറയുന്നത് പലവട്ടം നമ്മളൊക്കെ നേരിട്ട് കേട്ടിട്ടുള്ളതാണ്. അപ്പോൾ അത് ഷെയ്ഖുന പറഞ്ഞിട്ടുണ്ട് ഒന്ന്. പിന്നെ ഓരോ കാലഘട്ടങ്ങളിലും അൽ ഗൗസ് അൽ ഖുതുബായിട്ട് വരുന്ന മഹാന്മാർ അവർ മുദബ്ബിറുൽ ആലമുകളായിരിക്കും. അത് മഹാന്മാർ മുദബ്ബിറുൽ ആലം എന്ന പ്രയോഗം തന്നെ കിതാബുകളിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പലവട്ടം ആവർത്തിച്ച് പറഞ്ഞിരുന്നു. മഹാനരായ ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി റളിയല്ലാഹു അൻ മഹാനവറുകളുടെ ലോകപ്രസിദ്ധമായ കിതാബുൽ ഹിക്കം, ആ കിതാബുൽ ഹിക്കമിന് ഷെയ്ഖുൽ അക്ബർ മുഹീദ്ദീൻ ഇബ്നുൽ അറബി റളിയല്ലാഹു അൻഹുവിൻ്റെ വ്യാഖ്യാനം ഫസൂസുൽ ഹിക്കം, ആ ഫസൂസിന് ശർഹ് എഴുതിയ ഇബ്നു അറബി തങ്ങളെ മുരീദായ ഷെയ്ഖ് മുഅയ്യിദുദ്ദീൻ ജുന്ദി റളിയല്ലാഹു അൻ മഹാനവറുകൾ അവരെ ശർഹിൽ പറയുന്നുണ്ട്, വകമാ അന്ന റൂഹൽ ആലം വഹുവൽ ഇൻസാനുൽ കാമിൽ മുദബ്ബിറുൽ ആലം. അപ്പോൾ അൽ ഇൻസാൻ കാമിലായിട്ടുള്ള അൽ ഖുതുബ് അൽ ഗൗസായി വരുന്ന ആളെക്കുറിച്ച് മുദബ്ബിറുൽ ആലം എന്ന് തന്നെ മഹാന്മാർ പ്രയോഗിച്ചിട്ടുണ്ട്. അത് ഷെയ്ഖുനായിൽ വരുമ്പോൾ മാത്രം ഒരു പ്രയാസം വരുന്നത് എങ്ങനെയാണ്? അവിടെ മാത്രമല്ല, നോക്കുങ്ങൾ മഹാനരായ ഷെയ്ഖ് അബ്ദുൽ കരീമുൽ ജീലി റളിയല്ലാഹു അൻഹു നമ്മളെ ഇൻസാൻ കാമിലിൻ്റെ ഒക്കെ സാഹിബ് മഹാനവറുകൾ അവരെ അൽ ഇസ്ഫാർ അൻ റിസാലത്തിൽ അൻവാർ ഫീമാ യതജല്ലാ ലി അഹ്ലി ദിക്രി മിനൽ അൻവാർ എന്ന അവരെ കിതാബിൽ അൽ ഇസ്ഫാറിൽ പറയുന്നുണ്ട്. ഒരു വിഷയം ഇങ്ങനെ പറഞ്ഞ് സംസാരിക്കുന്നതിനിടയിൽ ഫഹിയ ബി അഹ്വാലിഹാ കൽ ഖുത്ബിൽ മുദബ്ബിരി ലിൽ ആലം അൽ മുഫീദ് അലൈഹി നൂറുൽ വുജൂദ്. കണ്ടോ, അൽ ഖുത്ബിനെയാണ് അവർ മുദബ്ബിറുൽ ആലം എന്ന് പറയുന്നത്. അപ്പം യഥാർത്ഥത്തിൽ മുദബ്ബിറുൽ ആലം എന്ന് ഷെയ്ഖുനായ പറയുന്നതിനാണ് എതിർപ്പെങ്കിൽ അത് വളരെ കൃത്യമായി പറയണം. അതല്ലാതെ ഈ മുദബ്ബിറുൽ ആലം എന്നത് അള്ളാഹുവിനല്ലാതെ ഒരാൾക്കും പറയാൻ പാടില്ല എന്ന് ഷെയ്ഖുനായോടുള്ള വിരോധത്തിൻ്റെ പേരിൽ മൊത്തത്തിൽ അങ്ങനെ പറയുന്നത് തന്നെ ശിർക്കാണ് എന്ന് കൊണ്ടുപോകുന്നത് വലിയ അപകടമാണ്. അൽ ഖുത്തുബായ മഹാന്മാർക്ക് മുദബ്ബിറുൽ ആലം എന്ന് പറയും. അപ്പം ഷെയ്ഖുന അൽ ഖുത്തുബാണോ അല്ലേ എന്നാണോ തർക്കം? അതാണോ വിഷയം? ഒന്നരായ ഷെയ്ഖുന വളരെ കൃത്യമായി അതൊക്കെ പറഞ്ഞിട്ടുള്ളതാണല്ലോ. വഖാല യൗമൻ റാഫിഅൻ അബ്സാറഹു യാ റബ്ബി ലാ മിസ്ലി ബിഖർനിൽ ഹാദിരീൻ. നമ്മളെ പുത്തൂർ തീയർത്തൊടുക അബൂബക്കർ ഹാജിയുടെ വീട്ടിൽ നിന്നാണ് ഷെയ്ഖുന അത് പറഞ്ഞത്. ആകാശത്തേക്ക് നോക്കിയിട്ട് യാ റബ്ബി ലാ മിസ്ലി ബിഖർനിൽ ഹാദിരി, എനിക്ക് തുല്യരായി ഒരാൾ ഈ നൂറ്റാണ്ടിൽ ഇല്ലല്ലോ. അതാണ് എ പി ഉസ്താദൊക്കെ പറഞ്ഞത്. അവർ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ആളാണ്. എന്നിട്ടാണ് ഉസ്താദ് പറഞ്ഞത് ഖുത്ബും ഗൗസുമാണ് എന്ന്. കാലഘട്ടത്തിൽ ഏറ്റവും വലിയ ആളായ ഖുത്ബ് ഗൗസ് എന്ന് പറഞ്ഞാൽ അൽ ഖുത്ബ് അൽ ഗൗസ് അതാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അൽ ഖുത്ബിനെ കുറിച്ച് മുദബ്ബിറുൽ ആലം എന്ന് മഹാന്മാർ പ്രയോഗിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് ഷെയ്ഖുന ഞാൻ മുദബ്ബിറുൽ ആലമാണ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇന്നലെ മിഞ്ഞാന്ന് മറ്റൊരു ഉസ്താദിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ട് ഞാൻ അറിയാതെ ഇവിടെ ഒരില പോലും അനങ്ങുന്നില്ല എന്ന ഷെയ്ഖുനായുടെ വാചകത്തെ ഒക്കെ എതിർത്തുകൊണ്ട്. ആർക്കെതിരെയാണ് നമ്മൾ ഈ സംസാരിക്കുന്നത്? അൽ ഖുത്ബ് അൽ ഗൗസായ മഹാന്മാർ അങ്ങനെ ഇരിക്കും, അവർക്കതിനുള്ള അധികാരങ്ങളുണ്ട്. ഷെയ്ഖുന പറഞ്ഞതല്ലേ, നോക്കൂ ഞാൻ ആരാണെന്നറിയുമോ? ഞാൻ അറിയാതെ ഇവിടെ ഒരില പോലും അനങ്ങുന്നില്ല. അപ്പം അത് ഷെയ്ഖുനായുടെ വാക്കിനെയല്ലേ നമ്മൾ എതിർക്കുന്നത്? എൻ്റെ വചനത്തെ പൊയ്യെന്ന് ചൊല്ലുകിൽ അപ്പോഴേ കൊല്ലുന്ന നഞ്ഞ് ഞാനെന്നോവർ. ഞാൻ പറഞ്ഞിട്ടുള്ള വലിയ വലിയ വാചകങ്ങളെ അത് തെറ്റാണെന്ന് പറഞ്ഞാൽ അപ്പോഴേ കൊല്ലുന്ന നഞ്ഞാണ് ഞാനെന്ന ഗൗസുൽ ആദം ഷെയ്ഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിറുൽ ജീലാനി റളിയല്ലാഹു അൻഹു. അപ്പോൾ മഹാന്മാർ പറഞ്ഞിട്ടുള്ള വാക്കിനെ എതിർക്കുമ്പോൾ വലിയ ഗൗരവത്തിൽ ചിന്തിക്കണ്ടേ, പേടിക്കണ്ടേ ആ വിഷയത്തിൽ? അപ്പോൾ ഇവിടെ എതിർക്കുന്നത് എന്തിനെയാണെന്ന് മനസ്സിലാവണില്ല. കാരണം അൽ ഖുത്ബിനെ മുദബ്ബിറുൽ ആലം എന്ന് പ്രയോഗിക്കുന്നുണ്ട്. ഷെയ്ഖുന അൽ ഖുത്ബ് അൽ ഗൗസാൻ, അത് എ പി ഉസ്താദ് അടക്കം എല്ലാ ഉസ്താദുമാരും പറയുന്നു. ഷെയ്ഖുന തന്നെ അത് പലരോടും പറയുന്നു. ഖുത്ബുൽ ആലം എന്ന് ഷെയ്ഖുന പറഞ്ഞിട്ടുള്ളതാണല്ലോ. ഖുത്ബുൽ ആലം എന്ന് പറഞ്ഞാൽ ആരാണ്? ഖുത്ബുൽ ആലം എന്ന് പറഞ്ഞാൽ വഹുവൽ വാഹിദുൽ ലദീ മഹല്ലു നദരില്ലാഹി തആല മിനൽ ആലം ഫീ കുല്ലി സമാൻ.
എല്ലാ കാലഘട്ടങ്ങളിലും അള്ളാഹുവിൻ്റെ നോട്ടസ്ഥലമായിട്ടുള്ള ഒറ്റ ഒരാൾക്കാണ് ഈ ഖുത്ബുൽ ആലം എന്ന് പറയുന്നത്. നമ്മൾ പലവട്ടം അത് പറഞ്ഞതാണ്. ഇത് പലരും പറഞ്ഞിട്ടുണ്ട്. ഇസ്തിലാഹാത്ത് പറയുന്ന കിതാബുകളിലൊക്കെ നമുക്ക് കാണാം. അപ്പം ആ അർത്ഥത്തിൽ ഷെയ്ഖുന ഖുത്ബുൽ ആലം എന്നും മുദബ്ബിറുൽ ആലം എന്നും പരിചയപ്പെടുത്തി എന്നിരിക്കെ, അൽ ഖുത്ബിന് മുദബ്ബിറുൽ ആലം എന്ന് പറയുന്ന കിതാബുകളിലും ഉണ്ട് എന്നിരിക്കെ, പിന്നെ നമ്മൾ ഈ വെടിവെക്കുന്നത് എങ്ങോട്ടാണ് എന്ന് മനസ്സിലാവണില്ല. ഈ വിഷയത്തിലൊക്കെ ഇടപെട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ പേടിക്കണ്ടേ? ഞാനറിയാതൊരിലെ പോലും അനങ്ങനില്ലാന്നുള്ളതിന് എന്ത് ബുദ്ധിമുട്ടുള്ളത്? അങ്ങനെ എത്ര മഹത്തുക്കളായ അഖ്താബുമാർ പൂർവ്വ കാലഘട്ടങ്ങളിൽ എത്ര പറഞ്ഞിട്ടുണ്ട്. ഞാൻ ചിലതിങ്ങനെ വായിക്കാം. അപ്പോൾ നല്ല ഗൗരവത്തിൽ വേണം, ബോധ്യത്തിൽ വേണം ഇത്തരം വിഷയങ്ങളിൽ ഇടപെട്ട് സംസാരിക്കുമ്പോൾ. മഹാന്മാരുടെ വിഷയമാണ്. തദ്ബീറുൽ ആലം എന്ന് കേൾക്കുമ്പോഴേക്ക് അതിനെ മുഴുവനും ചാടി എതിർത്ത് മഹാന്മാരുടെ വാചകങ്ങളെ കളവാക്കുന്ന സ്വഭാവം നമുക്കൊന്നും ഉണ്ടാകാൻ പാടില്ല. നോക്കൂ നിങ്ങൾ, പിന്നെ വന്യരായ പിലാക്കൽ ഉസ്താദ് തന്നെ ഇപ്പോൾ പ്രത്യേകമായി എഴുതി തയ്യാറാക്കിയ 30 ഹിസ്ബുകളായിട്ടുള്ള മൗലിദുൽ ഹുസ്നൈൻ, ഹബീബായ മുത്തുനബിയെക്കുറിച്ച് പറയുമ്പോൾ അവിടെ വളരെ വ്യക്തമായി പറയുന്നുണ്ടല്ലോ, വനഷ്ഹദു അന്ന സയ്യിദന മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുഹുല്ലദി ഔലാഹു അലാ കുല്ലിൽ അവാലിം സർമദ സുൽത്താൻ. ഹബീബായ തങ്ങളെക്കുറിച്ച് പരിചയപ്പെടുത്തുന്നത് അല്ലദി ഔലാഹു അലാ കുല്ലിൽ അവാലിം, എല്ലാ ലോകങ്ങളുടെ മേലിലും അള്ളാഹു അധികാരം നൽകിയിട്ടുള്ള ഹബീബായ തങ്ങൾ. എന്നിട്ട് മാത്രം സർമദ സുൽത്താൻ, ശാശ്വതമായ സ്ഥിരമായ അധികാരം അള്ളാഹു ലോകങ്ങളുടെ കുല്ലിൽ അവാലിമിൽ, എല്ലാ ലോകങ്ങളുടെ മേലിലും സർമദ സുൽത്താൻ നൽകിയിട്ടുള്ള മുഹമ്മദ് നബി എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അപ്പം ഇതൊക്കെ ശിർക്കൻ വാദമാണ് എന്നാണോ പറയുന്നത്? മഹാന്മാരൊക്കെ പറഞ്ഞു വെച്ച ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ശിർക്കൻ വാദം എന്നാണോ പറയുന്നത്? പിന്നെ ഈ പറഞ്ഞത് ഷർഹുൽ അഖായിദിലും ഷർഹുൽ മഖാസിദിലൊക്കെ പറഞ്ഞതിനെതിരാവൂലേ? തൗഹീദിനെ കുറിച്ച് പറയുന്നിടത്ത് ഈത്തിഖാദു അദ്മി ശരീക്കി ലില്ലാഹി ഫിൽ ഉലൂഹിയ്യത്തി വ ഖവാസിഹാ, അള്ളാഹുവിൻ്റെ ഉലൂഹിയത്തിലും ഉലൂഹിയത്തിൻ്റെ പ്രത്യേകമായ കാര്യങ്ങളിലും പങ്കുകാരില്ല എന്ന് വിശ്വസിക്കലാണ് തൗഹീദ്. അങ്ങനെ പങ്കുകാരുണ്ടെന്ന് വിശ്വസിച്ചാൽ അത് ശിർക്കാണ് എന്ന് അവിടെയൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. അവിടെ പറയുന്നിടത്ത് ഉലൂഹിയത്തിലും ഉലൂഹിയത്തിൻ്റെ പ്രത്യേകമായ കാര്യങ്ങളിലും അള്ളാഹുവിനെ പങ്കുകാരില്ല എന്ന് വിശ്വസിക്കണമല്ലോ. അപ്പോൾ ഉലൂഹിയത്തിൻ്റെ ഖാസായിട്ട് അവിടെയൊക്കെ തദ്ബീറുൽ ആലം പരിചയപ്പെടുത്തിയിട്ടുണ്ടല്ലോ എന്നാണ് ചിലരുടെ ചോദ്യം. ഉലൂഹിയത്തിൻ്റെ പ്രത്യേകമായ കാര്യങ്ങളിൽ തദ്ബീറുൽ ആലം പറഞ്ഞിട്ടുണ്ടല്ലോ എന്നാണ് ചോദ്യം. അത് വന്യരായ നെല്ലിക്കുത്ത് ഉസ്താദ് വളരെ വ്യക്തമായിട്ട് അത് പറഞ്ഞു തന്നിട്ടുണ്ട്. ആ പറഞ്ഞ തദ്ബീറുൽ ആലം ഏതാണ് എന്ന് നെല്ലിക്കുത്ത് ഉസ്താദ് പറയുന്നുണ്ട് അവിടെ അഖീദത്തു സുന്നയിൽ. അവിടെ തദ്ബീറുൽ ആലം എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിച്ചത് ദാത്തിയായിട്ടുള്ള തദ്ബീറിനെ കുറിച്ചാണ്. അതല്ലാതെ അള്ളാഹു കൊടുത്തിട്ടുള്ള അതാഇയായ തദ്ബീറിനെ കുറിച്ചല്ല എന്ന് പ്രത്യേകം നെല്ലിക്കുത്ത് ഉസ്താദ് പറയുന്നുണ്ട്. ഒബിൽ ജുംലത്തി, ഈ വിഷയം കുറേ ചർച്ച ചെയ്യാണ് ഉസ്താദ്. ഏത്? അള്ളാഹുവിലേക്ക് ചേർത്തി പറഞ്ഞ അതേ പദങ്ങളെ കൊണ്ട് സൃഷ്ടികളിലേക്ക് ചേർത്തി പറഞ്ഞ ധാരാളം കാര്യങ്ങൾ ഉസ്താദ് ഇങ്ങനെ എണ്ണി. ഹിദായത്ത് അള്ളാഹുവിലേക്ക് ചേർത്തി പറഞ്ഞിട്ടുണ്ട്, സൃഷ്ടികളിലേക്ക് ചേർത്തി പറയുന്നുണ്ട്, തസ്കിയത്തിനെ അങ്ങനെ ചേർത്തി പറഞ്ഞിട്ടുണ്ട്, ഇഗാസത്ത്, ഇആനത്ത്, നുസ്റത്ത് ഇതൊക്കെ സൃഷ്ടികളിലേക്കും ചേർത്തിയിട്ടുണ്ട്, അള്ളാഹുവിലേക്കും ചേർത്തിയിട്ടുണ്ട്. ഇങ്ങനെ പലതിനെയും ഇങ്ങനെ പറഞ്ഞിട്ടാണ് നെല്ലിക്കുത്ത്. അവിടെയും നെല്ലിക്കുത്ത് തദ്ബീർ പ്രത്യേകം പറയുന്നുണ്ട്, തദ്ബീറിനെയും പറയുന്നുണ്ട്. കദാലിക തദ്ബീറും അങ്ങനെയാണ്. ഖാല തആല സുമ്മസ്തവ അലൽ അർശി യുദബ്ബിറുൽ അംറ, അള്ളാഹുവിനെ കുറിച്ചാണ് പറഞ്ഞത് യുദബ്ബിറുൽ അംർ. അതേ അള്ളാഹു തന്നെ മഅ ഖൗലിഹി തആല ഫൽ മുദബ്ബിറാത്തി അംറാ, കാര്യങ്ങളെ നിയന്ത്രിക്കുന്നവരെ തന്നെയാണ് സത്യം എന്ന് പറഞ്ഞിട്ട് മറ്റു പലരെയും മുദബ്ബിറുകളായി പറയുന്നുണ്ട്. അപ്പോൾ അതിങ്ങനെ പറഞ്ഞിട്ടാണ് നെല്ലിക്കുത്ത് ഉസ്താദ് പറയുന്നത് വബിൽ ജുംലത്തി, മൊത്തത്തിൽ അസ്സിഫത്തുൽ മുഖ്തസത്തു ലില്ലാഹി തആല വ ഖവാസുൽ ഉലൂഹിയ, അള്ളാഹുവിന് പ്രത്യേകമായ സിഫത്ത് അല്ലെങ്കിൽ ഉലൂഹിയത്തിൻ്റെ ഖാസായ സംഗതികൾ എന്നൊക്കെ പറഞ്ഞാൽ ഹുവൽ വുജൂബു ദാത്തിയു വൽ ഇസ്തിഖ്ലാലു വൽ ഇസ്തിബ്ദാദു വൽ ഗിന ദാത്തിയു വത്തദ്ബീറു ദാത്തിയു, ദാത്തിയായ തദ്ബീറിനെ കുറിച്ചാണ് പറഞ്ഞത്. അല്ലാത്ത തദ്ബീർ ഫൽ മുദബ്ബിറാത്തി അംറ എന്ന് ഖുർആനിൽ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ എന്നത് എടുത്തു പറഞ്ഞുകൊണ്ട് നെല്ലിക്കുത്ത് ഉസ്താദ് വളരെ വ്യക്തമായിട്ട് അത് പറയുന്നുണ്ട്. പിന്നെ തദ്ബീറുൽ ആലമിനെ മാത്രം അവിടെ എന്തിനെടുത്തു പറഞ്ഞു എന്നാണ്. അത് ഷർഹുൽ മഖാസിദ് തന്നെ നോക്കിയാൽ കിട്ടുമല്ലോ. മറ്റ് ചില ആളുകൾ ഇതിനെതിരായി വാദിക്കുന്ന വാദങ്ങൾ ഉള്ളത് കൊണ്ടാണ് അത്തരം കാര്യങ്ങൾ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുള്ളത്.
ഫലാസിഫത്തിന് തദ്ബീറുൽ ആലം മറ്റു പലർക്കും ഉണ്ടെന്നുള്ള വാദമല്ലേ അഖിലവ്വലു അഖിലിസാനിയൊക്കെ പരിചയപ്പെടുത്തണില്ലേ? ആ വാദമുള്ളത് കൊണ്ടാണ് അത്തരം കാര്യങ്ങൾ അവിടെ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുള്ളത് എന്ന് മഹാന്മാർ തന്നെ വിശദീകരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ മഹത്തുക്കളായ അഖ്താബുമാരായ ഔലിയാക്കന്മാർ പറഞ്ഞിട്ടുള്ള വാചകങ്ങളെ കളവാക്കിക്കൊണ്ട് സുന്നത്ത് ജമാഅത്തിൻ്റെ വേദികളിൽ രംഗപ്രവേശനം ചെയ്യുന്നത് വലിയ അപകടമാണ്. അത് മഹാന്മാർ മുഴുവനും പണ്ട് മുതലേ പഠിപ്പിച്ചു തന്നിട്ടുള്ള സംഗതികളാണ്. എല്ലാ മഹാന്മാരും ഓല അധികാരം ഇങ്ങനെ പറഞ്ഞിരിക്കണം, എടുത്ത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അവിടെ ഈ ഇല ഇങ്ങനെ പിറ്റേന്ന് ഇന്നലെ എഴുതിയ കണ്ടപ്പോൾ വലിയ അത്ഭുതം തോന്നി. കാരണം അത്തരം കലാമുകൾ എത്ര മഹാന്മാർ പറഞ്ഞിട്ടുണ്ടപ്പോൾ അത് ഷെയ്ഖുനാക്ക് മാത്രം ഉണ്ടാവാൻ പാടില്ല എന്നാണെങ്കിൽ അത് അങ്ങനെ പറയണം. മടവൂർ ഷെയ്ഖ് അത്ര വലിയ മഹാനൊന്നുമല്ല, അതുകൊണ്ട് മൂപ്പർക്ക് അതില്ലാന്നേ ഞങ്ങൾക്കുള്ളൂ. അതല്ലാതെ അങ്ങനെ ഒരു അനങ്ങണമെങ്കിൽ ഞാൻ അറിയണം എന്നതൊക്കെ പല മഹത്തുക്കൾക്കും ഉള്ളതാണ്. അങ്ങനെയാണെങ്കിൽ അങ്ങനെ പറയണം. ഇത് സുന്നത്ത് ജമാഅത്തിൽ വിശ്വസിക്കുന്ന പാവപ്പെട്ട ജനങ്ങൾ, സാധാരണക്കാർ, നിങ്ങളെ ഈ കാടടക്കി വെടിവെക്കൽ സംസാരം കേൾക്കുമ്പോൾ ഞാൻ അറിയാതെ ഒരില പോലും അനങ്ങുന്നില്ല എന്നത് അള്ളാഹുവിന് മാത്രം പറയാൻ പറ്റുന്ന വാചകം പോലെയാണ് പലരും മനസ്സിലാക്കി പോണത്. ഔലിയാക്കന്മാർക്ക് അങ്ങനൊന്നും പറയാൻ പറ്റൂല, അവർക്ക് അങ്ങനത്തെ ഒന്നും ഒരു അധികാരമില്ല എന്നൊരു തോന്നലിലേക്കാണ് നിങ്ങൾ കൊണ്ടെത്തിക്കുന്നത്. അപ്പം അത് ഷെയ്ഖുനായി നിങ്ങൾക്ക് പറ്റാത്തതുകൊണ്ടാണെങ്കിൽ അങ്ങനെ അങ്ങോട്ട് തുറന്ന് പറഞ്ഞേക്കണോ? നോക്ക്, നിങ്ങൾ എത്ര മഹാന്മാർ ഈ അധികാരങ്ങൾ ഇങ്ങനെ എടുത്തെടുത്ത് പറഞ്ഞത്. അബ്ദുൽ കരീമുൽ ജീലി തങ്ങൾ ഇൻസാൻ കാമിൽ പറയാണ്, ഫകുല്ലു വാഹിദിൻ മിനൽ അഫ്റാദി വൽ അഖ്താബി ലഹു തസറുഫു ഫീ ജമീഇൽ മംലകത്തിൽ വുജൂദിയ. വലിയ വലിയ അഖ്താബുമാരായ മഹത്തുക്കൾ അവർക്ക് ലഹു തസറുഫു ഫീ ജമീഇൽ മംലകത്തിൽ വുജൂദിയ, എല്ലാ മംലക്കുകളിലും വുജൂദിലെ എല്ലാ അധികാര പരിധികളിലും അവർക്ക് തസറുഫുകളുണ്ട്. ഇൻസാൻ കാമിൽ അബ്ദുൽ കരീമുൽ ജീലി തങ്ങൾ പറയുന്നു, മഹാനരായ ഇസ്മായിലുൽ ഹഖിൽ ബറൂസവി റളിയല്ലാഹു അൻഹു അവിടുത്തെ ലോകപ്രസിദ്ധമായ റൂഹുൽ ബയാൻ തഫ്സീറിൽ പറയുന്നു, വഅമ്മാ ഖാസുൽ ഖാസ് ഫഹുമുർ റിജാലുൽ ബാലിഗൂനൽ വാസിലൂന ഇലാ ആലമിൽ ഹഖീഖ അൽ മുതസദ്ദിഫൂന ഫീമാ സിവല്ലാഹ്. വലിയ വലിയ മഹത്തുക്കളായ ഖാസുൽ ഖാസായ മഹാന്മാർ അവർ അൽ മുതസദ്ദിഫൂന ഫീമാ സിവല്ലാഹ്, അല്ലാഹു അല്ലാത്തതിലൊക്കെ ക്രയവിക്രയാധികാരമുള്ളവരാണ്. ബിഖിലാഫത്തിൽ ഹഖ്, അള്ളാഹുവിൽ നിന്നുള്ള പ്രതിനിധികളായിക്കൊണ്ട്. ഫഹും റിജാലുല്ലാഹ്, അപ്പോൾ അള്ളാഹുവിൻ്റെ ഖലീഫമാരാണ് അവർ എന്ന് പറഞ്ഞിട്ടാണ് അൽ മുതസദ്ദിഫൂന ഫീമാ സിവല്ലാഹ് എന്നുള്ളത് കൂട്ടിയിട്ടാണ് പറയുന്നത്. അൽ മുതസദ്ദിഫൂന ഫീമാ സിവല്ലാഹ് ബിഖിലാഫത്തിൽ ഹഖ്. അപ്പോൾ അള്ളാഹിൻ്റെ ഖലീഫയായിട്ട് ഫീമാ സിവല്ലയിൽ അവർക്ക് തസറുഫുണ്ട്. ബഹ്റുൽ മദീദിൽ മഹാനരായ ഇബ്നു അജീബത്തുൽ ഹസനി തങ്ങൾ അവർ പറയുന്നു, ഒമൻ ജാദ ബിനഫ്സിഹി വജാഹിഹി വബദലഹുമാ ഫീ മർളാത്തി റബ്ബിഹി, ഒരു മനുഷ്യൻ അവൻ്റെ ശരീരവും എല്ലാം അള്ളാഹുവിന് വേണ്ടി അള്ളാഹുവിൻ്റെ തൃപ്തിയിൽ അങ്ങ് സമർപ്പിക്കുമ്പോൾ മക്കനഹുല്ലാഹു മിനൽ ഇസ്സി വന്നസ്രി വത്തസറുഫിൽ മഅനവിയ്യി, അള്ളാഹു അവർക്ക് സഹായം കൊടുക്കും, ഇസ്സത്ത് കൊടുക്കും, തസറുഫ് കൊടുക്കും, ക്രയവിക്രയാധികാരം കൊടുക്കും. യതസറഫു ബിഹിമ്മതിഹി ഫിൽ വുജൂദി ബിഅസ്രിഹി, ആ വലിയ അധികാരം കൊണ്ട് അവർ ഈ വുജൂദിൽ മുഴുവനായി തസറുഫ് ചെയ്യും. മിൻ അർശിഹി ഇലാ ഫർശിഹി, അർശ് മുതൽ താഴെ വരെ എല്ലാത്തിലും അവർക്ക് തസറുഫുണ്ട് എന്ന് മഹാനരായ ഇബ്നു അജീബത്തുൽ ഹസനി തങ്ങൾ അവിടുത്തെ തഫ്സീറിൽ ബഹ്റുൽ മദീദിൽ പറയുന്നുണ്ട്. അത് ആ തഫ്സീറിൻ്റെ പല ഭാഗങ്ങളിൽ പറയുന്നുണ്ട്. ഫൽ മുദബ്ബിറാത്തി അംറൽ കൗൻ ബിത്തസറുഫി ഫീഹി ബിന്നിയാബത്തി അനിൽ ഹഖ്. ഫൽ മുദബ്ബിറാത്തി അംറന്റെ ഭാഗത്ത് കാണും ഫൽ മുദബ്ബിറാത്തി അംറൽ കൗൻ, ഈ കൗനിൽ കാര്യങ്ങളിലൊക്കെ തദ്ബീറാത്തുള്ളവരാണവർ. അത് ബിത്തസറുഫ് ഫീഹി ബിന്നിയാബത്തി അനിൽ ഹഖ്, അള്ളാഹുവിൻ്റെ നായിബായിട്ടാണ് അവർ അതിൽ തസറുഫ് ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്കൊക്കെ തോന്നണ ഈ പ്രയാസവും ബുദ്ധിമുട്ടും തീർക്കാൻ തന്നെ വഹുവ മഖാമുൽ ഖുത്ബാനിയ്യ, അത് ഖുത്ബാനിയത്തിൻ്റെ മക്കാമാണ് എന്ന് പറയുന്നുണ്ട്. കാരണം അൽ ഖുത്ബാണ് ഈ തദ്ബീർ ചെയ്യുന്ന ആള്, അൽ ഗൗസാണ് ഈ തദ്ബീർ ചെയ്യുന്ന ആള് എന്നത് വളരെ വ്യക്തമായി അവരൊക്കെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അങ്ങനെ അവർക്കുള്ള അധികാരങ്ങളെല്ലാം മഹാന്മാരും എടുത്തെടുത്ത് പറയുന്നുണ്ടേ. പിന്നെ നമുക്ക് അതിൽ വേവലാതി തോന്നുന്നതിൽ എന്താ അർത്ഥമുള്ളത്? വൽ ഇംദാദാത്തുൽ ഹസ്സിയ്യത്തു വൽ മഅനവിയ്യത്തു കുല്ലുഹാ മിൻഹു വഅലാ യദൈഹി വബിവാസിതതിഹി വഹറകാത്തു അഹ്ലിൽ വുജൂദി വസകനാതുഹും വഇബാദാതുഹും വതആതുഹും വസായിറു തഖല്ലുബാതിഹിം വഅഹ്വാലിഹിം കുല്ലുഹാ ബിഇദ്നിഹി വഹുവൽ മുഖീമു ലികുല്ലി വാഹിദിൻ മിൻഹും ഫീമാ ഹുവ ഫീഹി. എന്താണ് അതൊക്കെ പറഞ്ഞത്? ഈ വുജൂദിലുള്ള മുഴുവൻ ആളുകളുടെയും നിശ്ചലനങ്ങൾ, ആരാധനകൾ, മറ്റ് അവസ്ഥകൾ മുഴുവനും അവരെ പെർമിഷനിലും അവരെ നിർത്തിയതിൻ്റെയും അടിസ്ഥാനത്തിലാണ് എല്ലാം നടക്കുന്നത് എന്ന് മഹാനരായ ഇമാം മുഹമ്മദ് ബിൻ ജഅഫറുൽ ഖത്താനി റളിയല്ലാഹു അൻഹു അവരെ ജലാഉൽ ഖുലൂബിൽ പറയുന്നു. അപ്പം നേരത്തെ ഇല അനങ്ങണമെങ്കിൽ ഞാൻ അറിയണമെന്ന് പറഞ്ഞതിനെ പരിഹസിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം ഒരു ഉസ്താദ് ഫേസ്ബുക്കിൽ എഴുതിയല്ലോ,
മഹാനായ ഇമാം അബൂബക്കർ അബ്ദുല്ലാഹി ശിബ്ലി തങ്ങൾ പറയുന്നു, വഖദ് ഖാല ശിബ്ലി റഹിമഹുല്ലാ ലൗ ദബ്ബത് നംലത്തുൻ സൗദാ അലാ സഖറത്തിൻ സമ്മാ ഫീ ലൈലത്തിൻ ളൽമാ വലം അശ്ഉർ ബിഹാ ലഖുൽതു ഇന്നി മഖ്ദൂ ഔ മംകൂറുൻ ബി. ഒരു ഇരുട്ടുള്ള രാത്രിയിൽ കറുത്തിരുണ്ട പാറയുടെ മുകളിലൂടെ ഒരു കറുത്ത ഉറുമ്പ് പോകുന്നത് അതെങ്ങാനും ഞാൻ അറിഞ്ഞിട്ടില്ല എന്ന് പറയുകയാണെങ്കിൽ പോലും ഞാൻ എന്നെക്കുറിച്ച് മഖ്ദൂ ആണ്, മംകൂറാണ്, വഞ്ചിക്കപ്പെട്ടവനാണെന്ന് പറയും. കാരണം ഞാൻ അൽ ഖുത്ബാണ്, അൽ ഗൗസാണെന്ന് പറഞ്ഞിരിക്കുക, എന്നിട്ട് ഞാൻ അത് അറിയുന്നില്ലെങ്കിൽ എന്ന് ചോദിച്ചുകൊണ്ട് ഇമാം അബൂബക്കർ അബ്ദുല്ലാഹി ശിബ്ലി തങ്ങൾ പറയാം, അതുപോലും ഞാൻ അറിയണം. പിന്നെ ഫകൈഫ അഖൂലു ലാ അശ്ഉറു ബിഹാ വഅന മുഹദ്ദിഖുഹാ, വലിയ ചോദ്യമാണ് അതൊക്കെ. ഞാനാണ് അതിനൊക്കെ ചലിപ്പിക്കുന്നതെന്ന് ഞാൻ പറയുകയും ചെയ്യും, എന്നിട്ട് ഞാനത് അറിയണില്ല എന്ന് പറഞ്ഞാൽ പിന്നെ അതെന്തൊരു പൊട്ടത്തരാണ് എന്നാണ് മഹാനരായ ഇമാം അബൂബക്കർ അബ്ദുല്ലാഹി ശിബ്ലി റളിയല്ലാഹു അൻഹു ചോദിക്കുന്നത്. അപ്പോൾ അത് മഹാന്മാരൊക്കെ പറഞ്ഞതാണ് എന്ന്. അപ്പോൾ പിന്നെ ഷെയ്ഖുന ഞാൻ അറിയാതെ ഒരു ഇല പോലും അനങ്ങുന്നില്ല എന്ന് പറയുമ്പോൾ വിമർശിക്കുന്ന സുന്നത്ത് ജമാഅത്തിൻ്റെ വേദിയിൽ വെച്ച് സുന്നത്ത് ജമാഅത്തിൻ്റെ ആളുകളായി രംഗപ്രവേശനം ചെയ്ത് ഫേസ്ബുക്കിൽ എഴുതുന്നവരൊക്കെ അവിടെ വ്യക്തമായ ഒരു കാര്യം പറയേണ്ടതുണ്ട്. മഹാന്മാർക്ക് അങ്ങനെ പറയാമോ? അതല്ല മടവൂർ ഷെയ്ഖ് അങ്ങനെ പറഞ്ഞത് ശരിയായില്ല, മറ്റു മഹാന്മാർക്കൊക്കെ അതുണ്ടാവാം എന്നാണെങ്കിൽ അങ്ങനെ അതിവ്യക്തമായി സുന്നികളായ ആളുകളോട് പറഞ്ഞു കൊടുക്കണം. അല്ലാത്ത കാലത്തോളം സുന്നത്ത് ജമാഅത്തിൻ്റെ അഖീദയിൽ ജീവിക്കുന്ന സാധാരണക്കാരായ ജനങ്ങൾ ഇത്തരം പല കറാമത്തുകൾ പറയുന്നിടത്തും അതുപോലെ മഹാന്മാർ അധികാരം പറയുന്നിടത്തൊക്കെ ഈ പല പല നിബന്ധനകൾ ഇങ്ങനെ പറഞ്ഞു കൊണ്ടുവരുന്ന സമയത്ത് ഇതൊന്നും ഉണ്ടാവാൻ പാടില്ലാത്ത സംഗതികളാണോ എന്ന രൂപത്തിലേക്ക് അവരെ ചിന്തകൾ പോകുന്നുണ്ട്. അത് വലിയ ഗൗരവമുള്ള സംഗതിയാണ്. എന്നിട്ട് പിന്നെ ചില ആളുകൾക്കുള്ളൊരു വ്യാഖ്യാനമാണ് മുദബ്ബിറുൽ ആലം എന്നൊക്കെ പറഞ്ഞാൽ, ഇനി ഒരു മഹാൻ അങ്ങനെ പറഞ്ഞു വിട്ടാൽ നമ്മളതിനെ മനസ്സിലാക്കണം, ചില കാര്യങ്ങളിലുള്ള തദ്ബീറാണെന്ന് മനസ്സിലാക്കണം. ഒന്നുകിൽ അതല്ലെങ്കിൽ ഒരു ഇസ്തിഗ്റാഖിൽ പറഞ്ഞു പോയതാണ്, ഉറക്കത്തിൽ പറഞ്ഞു പോയ പോലെ പറഞ്ഞു പോയതാണ് എന്ന് കൂട്ടണം. ഓലെ ഹാലിൽ പറഞ്ഞതാണെന്ന് അർത്ഥം, ഓലെ ഭാഷയിൽ പറഞ്ഞാൽ അങ്ങനെ എന്തോ പറഞ്ഞു പോയതാണ് എന്ന് കൂട്ടണം എന്നാണ് ചിലർ പറഞ്ഞത്. എന്നാലേ ഇമാമിങ്ങളൊന്നും അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ ഈ വാക്കിനെ കുറിച്ച്. ഇതിനെ പറ്റിയാണ് പറയണത്. ഏത് ഞാൻ ഖുത്തുബാണ്, ഞാൻ ഗൗസാണ്, ഖുത്തുബുൽ അഖ്താബാണ്, ഞാൻ മുദബ്ബിറുൽ ആലമാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാചകങ്ങളെ കുറിച്ച് മഹാന്മാർ അങ്ങനെ പറഞ്ഞേ. ഔസുല്ലാഹ് പറഞ്ഞില്ലേ, വഅലമു നബ്തൽ അർളി കം മിൻ നബാതതി വഅലമു റംലൽ അർളി കം ഹുവ റംലതി. ലോകത്തുള്ള സസ്യലതാദികൾ അവയുടെ കണക്ക് എനിക്കറിയും, മണൽത്തരികളുടെ എണ്ണ എനിക്കറിയും എന്നൊക്കെ പറഞ്ഞില്ല. അതൊക്കെ ഇസ്തിഗ്റാഖിൽ പറഞ്ഞാണ് മഹാന്മാർ പറഞ്ഞത്. നോക്ക് നിങ്ങൾ ജലാഉൽ ഖുലൂബിൽ മഹാനരായ മുഹമ്മദ് ബിൻ ജഅഫറുൽ ഖത്താനി റളിയല്ലാഹു അൻഹു പറയുന്നത് നോക്ക് നിങ്ങൾ. ഇത്തരം വാചകങ്ങൾ എങ്ങനെ വിലയിരുത്തണം എന്ന് അവർ പറഞ്ഞ്, വകലാമുൽ ഔലിയാഇ മിൻ ഹാദൻ നമതി ലാ യൻഹസിർ. ഈ മോഡൽ ഔലിയാക്കന്മാരെ വാചകം ധാരാളമുണ്ട്. വ ഇന്നമാ ദകർതു മിൻഹുമാ ഹളറനി ഫിൽ വഖ്ത്. ഞാനിപ്പോൾ എൻ്റെ മുമ്പിൽ ഇപ്പോൾ ഉള്ളത് എടുത്ത് പറഞ്ഞതേ ഉള്ളൂ. വഹുവ മഷ്ഹൂറുൻ ഫീ കുതുബിൽ ഖൗം മഅറൂഫുൻ ഇൻദഹും. ഔലിയാക്കന്മാരെ കിതാബുകളിലൊക്കെ ധാരാളമുണ്ട്, ഓലടയിലൊക്കെ പ്രസിദ്ധമാണത്. അത് മുഷീറുൻ സൂചിപ്പിക്കുന്നതാണ് ഇലാ മംതന്ന ബിഹിൽ ഹഖ് അലൈഹിം മിനത് തമക്കുനി മിനൽ അവാലിമി വത്തസറുഫി ഫീഹാ. ലോകങ്ങളിൽ അല്ലാഹു അവർക്ക് നൽകിയിട്ടുള്ള അധികാരങ്ങൾ, ക്രയവിക്രയാധികാരങ്ങളിലേക്ക് അള്ളാഹു അവർക്ക് അതിന് കൊടുത്തിട്ടുള്ള ആ വലിയ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെക്കുറിച്ച് സൂചിപ്പിച്ചുകൊണ്ട് പറയുന്ന വാചകമെന്ന് പറഞ്ഞത്. അല്ലാണ്ട് ഇസ്തിഗ്റാഖിൽ പറഞ്ഞു പോയതാണെന്നല്ല പറഞ്ഞത്. ഓല് ഞാൻ അറിയാതെ ഒരില പോലും അനങ്ങണില്ല എന്ന് പറഞ്ഞാൽ, അല്ലെ ഷിബിലി ഇമാം പറഞ്ഞ പോലെ ഇരുട്ടുള്ള രാത്രിയിൽ കറുത്ത പാറയുടെ മുകളിലൂടെ കറുത്തൊരു ഉറുമ്പ് പോണത് അത് ഞാൻ അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ ഞാൻ മഖ്ദൂ ആണ്, ഞാൻ വഞ്ചിക്കപ്പെട്ടവനാണ് എന്ന് അവർ പറഞ്ഞാൽ, ഇത്തരം വാചകങ്ങളെ അള്ളാഹു അവർക്ക് ആലമിൽ കൊടുത്ത തസറുഫ്, ആ അധികാരങ്ങൾ അള്ളാഹ് ചെയ്തു കൊടുത്ത നിഅമത്തോൽ എടുത്തു പറയാണ് എന്ന് മനസ്സിലാക്കണം എന്ന് ഇമാമിങ്ങൾ പറയുമ്പോൾ അത് ഇസ്തിഗ്റാഖിൽ പറഞ്ഞു പോയതാണ്, ഉറക്കത്ത് പറഞ്ഞ പോലെ പറഞ്ഞു പോയതാണ് എന്ന് വിലയിരുത്തണം എന്ന് എവിടെ നിന്ന് കിട്ടി? അപ്പോൾ അതുകൊണ്ട് തന്നെ മഹാന്മാരുടെ വിഷയമാണ്, പ്രത്യേകിച്ച് വലിയ വലിയ ഖുതാബുമാരായ മഹത്തുക്കളുമായി ബന്ധപ്പെട്ട കാര്യം, വന്യരായ ഷെയ്ഖുനായുമായി ബന്ധപ്പെട്ട കാര്യം എന്തെങ്കിലുമൊക്കെ ഒരു പിഴവ് പറഞ്ഞു പോയെങ്കിൽ അത് നമ്മൾ തിരുത്തി അങ്ങോട്ട് മുന്നോട്ട് പോവുക എന്നതിന് പകരം ഷെയ്ഖുനായെ അംഗീകരിക്കാൻ കഴിയാത്ത പ്രയാസത്തിൻ്റെ പേരിൽ പിന്നെ അതിൻ്റെ മേലെക്കൂട്ടി മൊത്തത്തിൽ ഷെയ്ഖുന മുദബ്ബിറുൽ ആലം അല്ല മുദബ്ബിർ, അതിങ്ങനെ പറഞ്ഞ് പിന്നെ മുദബ്ബിറുൽ ആലം വേറെ ആർക്കും പറയാൻ പറ്റൂല എന്നുള്ള രൂപത്തിലേക്ക് പോയി. തദ്ബീറുൽ ആലം അത് അതായി ആണെങ്കിൽ പോലും അത് വേറെ ആർക്കും ഉണ്ടാവാൻ പാടില്ല എന്ന രൂപത്തിലേക്ക് സംസാരങ്ങൾ വന്നുകൊണ്ട് മുന്നോട്ട് പോകാമെന്ന് പറയുമ്പോൾ ഏതോ ഒരു തെറ്റ് പറഞ്ഞു പോയതിനെ ന്യായീകരിക്കാൻ
മഹത്തുക്കളായ പൂർവികരായ മഹത്തുക്കൾ, സ്വാലിഹീങ്ങൾ, അഖ്താബുമാർ ഒക്കെ പറഞ്ഞിട്ടുള്ള വലിയ വലിയ വാചകങ്ങളൊക്കെ നിഷേധിക്കൽ വലിയ അപകടമാണ് എന്ന കാര്യം എല്ലാവരുടെയും മനസ്സിൽ വേണം. എത്ര മഹാന്മാരാണ് ഈ വിഷയത്തിൽ പറഞ്ഞ് ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളത്. യവാഖീത്തിൽ ഷഹറാനി ഇമാം പറയുന്നുണ്ട്, ഖുത്ബ് ഫലാ യഖ്ലു സമാനും മിൻ റസൂലിൻ, ഒരു കാലഘട്ടവും അള്ളാഹുവിൽ നിന്നുള്ള ദൂതന്മാരില്ലാതിരിക്കില്ല. വദാലിക ഹുവൽ ഖുത്ബ്, അവരാണ് ഖുത്ബ് എന്ന് പറഞ്ഞിട്ട് മഹാനരായ ഷഹറാനി ഇമാം പറയുന്നു, വമിൻ ഹാദൽ ഖുത്ബി യതഫറഉ ജമീഉൽ ഇംദാദിൽ ഇലാഹിയ അലാ ജമീഇൽ ആലമിൽ ഉൽവി വസുഫ്ലി. അവരിൽ നിന്നാണ് ആലമുൽ ഉൽവിയിലും ആലമു സുൽഫിയിലും ഒക്കെ എല്ലായിടത്തും അള്ളാഹുവിൻ്റെ ഇംദാദാത്തുകൾ ആ മഹാന്മാരിലൂടെയാണ് വരുന്നത്. അബ്ദുൽ അസീസുൻ ദബ്ബാഗ് തങ്ങൾ പറഞ്ഞത് കിതാബുൽ ഇബ്രീസിലുണ്ട്, അവർക്ക് വലഹുമു തസറുഫ് ഫിൽ അവാലിമി കുല്ലിഹാ, എല്ലാ ആലമിലും അവർക്ക് തസറുഫുണ്ട്. അതൊക്കെ അവരൊരുപാട് വിശദീകരിച്ച് പറയുന്നുണ്ട്. ഫലാ തതഹറകു ദർറത്തുൻ ഫിൽ കൗനി ഇല്ലാ ബിഇൽമിഹി വലാ തസ്കുനു ഇല്ലാ ബിഹുക്മിഹി. ലോകത്ത് ഒരു കണിക പോലും അവരറിവോടുകൂടിയല്ലാതെ ചലിക്കുകയോ അവരുടെ അറിവോടുകൂടിയല്ലാതെ ഒരു വസ്തുവും ഒരു സ്ഥലത്തും നിലനിൽക്കുകയോ ഇല്ല എന്ന് മഹാനരായ ഷെയ്ഖുൽ അക്ബർ ഇബ്നു അറബി റളിയല്ലാഹു അൻഹു മഹാനവറുകൾ പറയുന്നുണ്ട്. ഇങ്ങനെ അവരൊക്കെ പറഞ്ഞിട്ടുള്ള വാക്കാണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അവരൊക്കെ തള്ളി ഏതോ ഒരു വാക്കിനെ ആരോ പറഞ്ഞതിനെ ന്യായീകരിക്കാൻ വേണ്ടി മൊത്തത്തിൽ ആ മഹാന്മാരൊക്കെ പറഞ്ഞതിനെ തള്ളിക്കൊണ്ട് നമ്മളെ നാവിൽ നിന്ന് സംസാരം വരുന്നതിനെ വലിയ ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കണം. മഹാന്മാരുടെയൊക്കെ അഖ്താബുമാരായ മഹത്തുക്കളുടെയൊക്കെ മൗലിദുകളൊക്കെ എടുത്തു നോക്കിയാൽ എത്രയാണ് അവരുടെ അധികാരങ്ങൾ, മഹത്തുക്കളുടെ അധികാരങ്ങൾ പരിചയപ്പെടുത്തിയെടുത്ത് ഈ മനാഖിബുകൾ എഴുതിയ വലിയ വലിയ ഉലമാക്കളൊക്കെ എത്രയാണ് എടുത്തു പറഞ്ഞത് ഓൽക്കുള്ള അധികാരങ്ങൾ. നോക്കുങ്ങൾ, നമ്മളെ പാങ്ങിൽ ഉസ്താദ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആദ്യ കാലഘട്ടത്തിലെ നേതാവായിരുന്നല്ലോ. വരക്കൽ മുല്ലക്കോയ തങ്ങൾ വഫാത്തായതിനു ശേഷം സമസ്തയുടെ പ്രസിഡൻ്റായിട്ട് വന്ന വലിയ മഹാനല്ലേ അവർ. പാങ്ങിൽ ഉസ്താദ് അവരെ ഖുത്ബിയത്തുണ്ടല്ലോ, അൽ ഖസീദത്തുൽ ഖുത്ബിയ ഫി മദ്ഹി ഗൗസിൽ ബരിയ എന്ന പേരിൽ ആ ഖുത്ബിയത്ത്, അതിലെന്താ പറഞ്ഞത്? ഗൗസുൽ ആദമിനെ പറ്റി പറയുമ്പോൾ വലകസ്തിതാലതു കുല്ലി ഷൈഇൻ അക്മല ഗൈരിൽ ഇലാഹി ഫഅൻത മഹബൂബുൻ അലാ. വലകസ്തിതാലതു കുല്ലി ഷൈഇൻ അക്മല, എല്ലാ വസ്തുക്കളിലും അങ്ങേക്ക് പൂർണ്ണാധികാരമുണ്ട്. ഗൈരിൽ ഇലാഹ്, അല്ലാഹു അല്ലാത്ത എന്നല്ലേ പറഞ്ഞത്. ഇതേ വാചകം മഹാനരായ സുൽത്താൻ ഇബ്രാഹിം ബാദുഷ റളിയല്ലാഹു അൻഹു അവരെ കുറിച്ച് പറഞ്ഞ് അവരെ വാചകമായിട്ട് മൗലൂദ് കിതാബുകളാണ് ലിയത്തസ്രീഫു ഫിദ്ദുനിയാ ജമീഅ ലിയത്തസ്രീഫു ഫി അഅലസ് സമാഇ. ദുനിയാവിൽ മുഴുവനും അവർക്ക് ക്രയവിക്രയാധികാരമുണ്ട്. ആകാശങ്ങളുടെ മുകളിൽ അവർക്ക് ക്രയവിക്രയാധികാരമുണ്ട്. അത് ഇബ്രീസിൽ അബ്ദുൽ അസീസ് ദബ്ബാഗ് തങ്ങൾ പറഞ്ഞതും കാണും. ഈ കുസാദ് നോക്കി, ഖാജ തങ്ങളെ മൗലിദിൽ ഈ കുസ പറയുന്നുണ്ട്, വഹും മഖ്സനുൽ അസ്റാരി ഇൽമൻ വഹിക്മതൻ വതദ്ബീറ അഷ്യാഇൽ വുജൂദി മുസല്ലമാ. എന്താണ് ആ വാക്ക്? വതദ്ബീറ അഷ്യാഇൽ വുജൂദി മുസല്ലമ, വുജൂദിലെ അഷ്യാകളുടെ തദ്ബീർ അവർക്ക് കൊടുത്തിട്ടുണ്ട് എന്നാണ് ഈ കുസ പറയുന്നത്. ഈ കുസ്താദ് അതുതന്നെ മഹാനരായ മഹമുക്കോയ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അലാഉദ്ദീനുൽ ഹിംസി റളിയല്ലാഹു അൻഹു നമ്മുടെ കോഴിക്കോട് അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനവർകളെ മൗലിദിലും ഇതേ വിഷയം ഈ ഉസ്താദ് പറഞ്ഞു കാണും. അപ്പോൾ ആ അഖ്താബുമാരായ വലിയ വലിയ ഔലിയാക്കന്മാരൊക്കെ ജീവിതത്തിൽ ഉള്ളതാണത്. ലക്കത്തസ്രീഫു ഹുക്മുല്ലാഹ് അലൽ അക്വാൻ ബിഇദ്നില്ലാഹ് ഫമിൻകൻ നളൂറു നളറുല്ലാഹ് വശംസുദ്ദീൻ വലിയുല്ലാഹ് ഫമിൻകൻ നളൂറു നളറുല്ലാഹ്. അപ്പോൾ ലക്കത്തസ്രീഫ് അലൽ അക്വാൻ, ഈ അക്വാനുകളുടെ മുകളിലൊക്കെ അങ്ങേക്ക് തസറുഫുണ്ട് എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ മഹാന്മാരൊക്കെ ആവർത്തിച്ച് എത്രയോ വട്ടം പറഞ്ഞ സംഗതികളാണ്. അപ്പോൾ അതുകൊണ്ട് ഈ വിഷയത്തിൽ വെറുതെ നമ്മൾ വിവാദങ്ങളിലേക്ക് സുന്നത്ത് ജമാഅത്തിൻ്റെ പാവപ്പെട്ട സാധാരണക്കാരായ ആളുകൾക്കൊക്കെ മഹാന്മാരുടെ വിഷയത്തിൽ വസ്വാസുകൾ ഉണ്ടാക്കുന്ന സംസാരങ്ങൾ ഒരിക്കലും നമ്മിൽ നിന്ന് വരാൻ പാടില്ല. മഹാന്മാരുടെ വാക്ക് അതാണ്, എൻ്റെ വചനത്തെ പൊയ്യെന്ന് ചൊല്ലുകിൽ അപ്പോഴേ കൊല്ലുന്ന നഞ്ഞ് ഞാനെന്നോവർ എന്ന് ഗൗസുൽ ആദം തങ്ങൾ പറഞ്ഞതാണ്. അത് മഹാന്മാർക്കൊക്കെ ഉള്ളതാണ്. അവരെ വാചകങ്ങളെ, അവരെ അധികാരങ്ങളെയൊക്കെ നമ്മൾ ചോദ്യം ചെയ്യുമ്പോൾ നല്ലപോലെ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ആ വിഷയത്തിലൊക്കെ ഇടപെട്ട് സംസാരിക്കാൻ. കാരണം ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ ദിവസം ഒരു ഉസ്താദ്, അവരൊക്കെ എന്തിനാണ് ഈ വിഷയത്തിലൊക്കെ ഇടപെട്ട് എഴുതുന്നത് എന്ന് നമുക്ക് വലിയ സംശയം തോന്നും. കാരണം ഈ ഒരു ഇല അനങ്ങണമെങ്കിൽ ഞാൻ അറിയണം
എന്ന് ഷെയ്ഖുന പറഞ്ഞതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ എഴുതുമ്പോഴേ, അപ്പോൾ ഒന്നുകിൽ ഈ ഉസ്താദുമാർ അങ്ങനെ ഒരാൾക്കും, അള്ളാഹു അല്ലാത്ത ഒരാൾക്കും അങ്ങനെ ഒരിലാണെങ്കിൽ ഞാൻ അറിയണം എന്ന് പറയാൻ പറ്റൂല എന്ന് വിശ്വസിച്ചിരിക്കണം. അതല്ലെങ്കിൽ ഷെയ്ഖുന അതൊന്നും പറയാൻ അധികാരമില്ലാത്ത ആളാണ് എന്ന് വിശ്വസിക്കണം. അപ്പോൾ അള്ളാഹു അല്ലാത്ത ആർക്കും അങ്ങനെ പറ്റൂല എന്നാണെങ്കിൽ ഈ ഇമാമിങ്ങളൊക്കെ പല കിതാബുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. അതൊന്നെങ്കിൽ അവരെ ശ്രദ്ധയിൽ അത് പെട്ടിട്ടില്ല, അതല്ലെങ്കിൽ ഷെയ്ഖുനായോടുള്ള ഒരു വിരോധമല്ല, ഷെയ്ഖുനായുടെ സ്ഥാനമാനങ്ങൾ അംഗീകരിക്കാൻ കഴിയാത്തത് കൊണ്ട് കാടടക്കി അങ്ങ് വെടിവെക്കുക. അപ്പം എന്തുകൊണ്ടാണ് അവരെ ആഖിബത്തിനെ പേടിക്കാത്തത്? ഈ ഇമാമിങ്ങളൊക്കെ പറഞ്ഞു വെച്ച കാര്യങ്ങൾ മുഴുവനും തള്ളിക്കൊണ്ട് മറ്റെന്തിനെയോ ന്യായീകരിക്കാൻ വേണ്ടി നമ്മൾ ഈ രൂപത്തിൽ സംസാരിക്കുന്നത് വലിയ അപകടം ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാന്മാരുടെ സ്ഥാനമാനങ്ങളെ അംഗീകരിക്കുന്ന സജ്ജനങ്ങളിൽ, മുത്തഖീങ്ങളിൽ അല്ലാഹു നമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരെ കാൽച്ചുവട്ടിൽ, അവർക്ക് കീഴിൽ, അവരെ അനുസരിക്കുന്ന നല്ലവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പൂർവികരായ സാലിഹീങ്ങൾ, മഹത്തുക്കൾ മുഴുവനും ആ രൂപത്തിലാണ് നമുക്ക് ജീവിച്ച് കാണിച്ചു തന്നത്. വലിയ വലിയ അഇമ്മത്ത് മുഴുവനും അതാത് കാലഘട്ടങ്ങളിൽ ജീവിച്ച മഹത്തുക്കളായ ഔലിയാക്കന്മാരെ, മശായിഖുമാരെ അംഗീകരിക്കുകയും അവർക്ക് കീഴ്പ്പെട്ട് കൊടുക്കുകയും ചെയ്തുകൊണ്ടാണ് ജീവിച്ചത്. മഹാനരായ അബൂ ഹനീഫ നുഅ്മാൻ ബിൻ സാബിത്തുൽ കൂഫി റളിയല്ലാഹു അൻഹു മഹാനവർകൾ കണ്ടില്ലേ, ലൗലസനത്താനി ലഹലക്കൻ നുഅ്മാൻ, ജഅഫർ സാദിഖ് തങ്ങളുമായിട്ട് അവർക്ക് ലഭിച്ചിട്ടുള്ള ആ 2 വർഷത്തെ സഹവാസം, ആ സുഹബത്തിനെ സൂചിപ്പിച്ചുകൊണ്ടാണ് അവർ പറഞ്ഞത് ലൗലസനത്താനി ലഹലക്കൻ നുഅ്മാൻ. ആ 2 വർഷം ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ നശിച്ചു പോയേനെ. എന്തൊരു വലിയ വാചകമാണത്. ഷാഫി ഇമാം തങ്ങൾ, ഷൈബാനുർ റായി തങ്ങളെ ഹളറത്തിലേക്ക് പോയിക്കൊണ്ടിരുന്നില്ലേ? അഹ്മദ് ബിൻ ഹംബൽ ഷൈബാനി തങ്ങൾ, അബൂ ഹംസത്തുൽ ബഗ്ദാദി തങ്ങളെ ഹളറത്തിൽ പോയിക്കൊണ്ടിരുന്നില്ലേ? മഹാനരായ ഇമാമുൻ നബവി റളിയല്ലാഹു അൻഹു, ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ ഫതവൽ ഹദീസിയിൽ പറഞ്ഞത് യാസീനുൽ മുസയ്യൻ റളിയല്ലാഹു അൻഹു, യാസീൻ ഇബ്നു യൂസഫുൽ മറാക്കിഷി റളിയല്ലാഹു അൻഹു, അവരെ ഹളറത്തിൽ ചെന്നില്ലേ നബവി ഇമാം തങ്ങൾ? അങ്ങനെ എല്ലാ ഇമാമിങ്ങളും അന്ന് മുതൽ ഇന്ന് വരെ അതാത് കാലഘട്ടങ്ങളിൽ ജീവിച്ച മശായിഖുമാരിൽ നിന്ന് നിർദ്ദേശം സ്വീകരിച്ച് അദബിലായി ജീവിച്ചവരാണ്. നമുക്ക് നമ്മൾ തന്നെ മതി എന്ന് പറഞ്ഞ് മശായിഖുമാർക്കുള്ള അധികാരങ്ങൾ മുഴുവനും വെട്ടി. അത് ഒരു സമയം നമ്മളെ കാലക്കാരായി ജീവിക്കണേ ഏതെങ്കിലും ആളുകൾക്ക്, ഉദാഹരണത്തിന് മടവൂർ ഷെയ്ഖുനായോടുള്ളൊരു വിരോധം, അല്ലെങ്കിൽ മടവൂർ ഷെയ്ഖുനായെ അംഗീകരിക്കാൻ കഴിയാത്തത് കൊണ്ട് നമ്മൾ മൊത്തത്തിൽ മഹാന്മാർക്കുള്ള ഈ അധികാരങ്ങളൊക്കെ വെട്ടി അങ്ങനൊന്നും ഉണ്ടാവാൻ പാടില്ല എന്ന രൂപത്തിൽ പ്രസംഗിച്ചങ്ങ് മുന്നോട്ട് പോയാൽ എത്ര വലിയ പാതകമാണ് ഈ ഉമ്മത്തിനോട് ചെയ്യുന്നത് എന്നത് എല്ലാവരും ഓർക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹഖായി മനസ്സിലാക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഒരുപാട് ആളുകൾ പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി വസിയത്ത് ചെയ്തവരുണ്ട്. നമ്മുടെ ഈ ദീനിയായ കാര്യങ്ങളിൽ നമ്മോട് കൂടെയുള്ള ഇഖ്വാനുകൾ അല്ലാഹു എല്ലാവരുടെയും ഹലാലായ മഖ്സൂദുകളൊക്കെ ഖൈർ പോലെ, സ്വലാഹ് പോലെ മഹാന്മാരുടെ പൊരുത്തത്തിലായി പൂർത്തീകരിച്ചു തരുമാറാവട്ടെ. വിശുദ്ധമായ റമളാനിനെ സന്തോഷത്തോടെ റാഹത്തോടെ സ്വീകരിക്കാനും ഒരുപാട് ഖൈറാത്തുകളെ കൊണ്ട് റമളാനിലെ രാപ്പലകലുകളെ ജീവസുറ്റതാക്കാനും അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇനി വിശുദ്ധമായ റമളാൻ കഴിഞ്ഞാൽ ശവ്വാൽ മാസം, ഷെയ്ഖുനായുടെ മാസമാണ് നമ്മിലേക്ക് വരുന്നത്. അൽഹംദുലില്ലാ, നമുക്ക് വലിയ ഉഷാറായി ഷെയ്ഖുനായുടെ ഉറൂസുകൾ സംഘടിപ്പിക്കേണ്ടതുണ്ട്, മൗലിദുകൾ സംഘടിപ്പിക്കേണ്ടതുണ്ട്. അതിനെല്ലാമുള്ള ഒരുക്കങ്ങൾ നമുക്ക് ചെയ്യേണ്ടതുണ്ട്. അല്ലാഹു എല്ലാം റാഹത്തിലും സന്തോഷത്തിലാക്കി തരുമാറാവട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.